പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താൻ്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താൻ്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടു നിൻ വേല ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിൻ ജനമുണർന്നിടുവാൻ. പിന്മഴ വീണ്ടും അയക്കണമേ, നിൻ ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യം താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. 143 പാട്ടോട്. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടോ, സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു.
മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോൽ. ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോൽ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടോ സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യും അന്ത്യം വരെ. നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യും അന്ത്യം വരെ. അല്ലൽ തേർന്നു നിൻ സവിദേവര ദില്ല പാരിൽ വിശ്രമവും. അല്ലൽ തേർന്നു നിൻ സവിദേവര ദില്ല പാരിൽ വിശ്രമവും. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. കർത്തൃകാകളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. കർത്തൃകാകളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേൻ യേശുവേ വരണേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേൻ യേശുവേ വരണേ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. ഒന്ന് ശമൂവേൽ 7-ാം അധ്യായം. കിര്യത്യയാരി നിവാസികളൊന്ന് യഹോവയുടെ വെട്ടമെടുത്ത് കുന്നിന്മേൽ അബീനാദാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവൻ്റെ മകനായ എലെയാസാരിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിനെ ശുദ്ധീകരിച്ചു. പെട്ടകം കിര്യത്യയാരീമിലായിട്ട് ഏറിയ കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. ഇസ്രായേൽ ഗൃഹമൊക്കെ യഹോവയോട് വിലപിച്ചു. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവെങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ.
എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തരോസ് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പായിൽ കൂട്ടുവീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അവർ മിസ്പായിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ചു. ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പായിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പായിൽ ഒന്നിച്ചുകൂടി എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിൻ്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരാട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്കെടുത്തു. എന്നാൽ യഹോവ എന്ന ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടി മുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേലിയർ മിസ്പായിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു. ബേത്കാരിൻ്റെ താഴ്വരെ അവരെ സംഹരിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പായ്ക്കും ശേനിനും മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മളെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് ഏബൻ ഏസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമൂവേലിൻ്റെ കാലത്തൊക്കെ യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. എക്രോൻ മുതൽ ഗത്ത് വരെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. അവയുടെ അതിർനാടുകളും ഇസ്രായേൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഇസ്രായേലും അമ്മോന്യരും തമ്മിൽ സമാധാനമായിരുന്നു. ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. അവർ ആണ്ടുതോറും ബേഥേലിലും ഗിൽഗാലിലും മിസ്പായിലും ചുറ്റി സഞ്ചരിച്ചു. അവിടങ്ങളിൽ വെച്ച് ഇസ്രായേലിന് ന്യായപാലനം ചെയ്തിട്ട് രാമയിലേക്ക് മടങ്ങിപ്പോരും. അവിടെയായിരുന്നു അവൻ്റെ വീട്. അവിടെ വെച്ചും അവൻ ഇസ്രായേലിന് ന്യായപാലനം നടത്തി വന്നു. യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠവും പണിതിരുന്നു. മറയ്ക്കുമോ? പുതിയ നിയമം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം. അനന്തരം യെരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു. നിൻ്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നതെന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നതെന്ത്? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയെയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടെന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കി തീർത്തിരിക്കുന്നു. കപടഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യെശയ്യാവ്, ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. പിന്നെ അവൻ പുരുഷാരത്തോട് അരി വിളിച്ച് അവരോട് പറഞ്ഞത്, കേട്ടു ഗ്രഹിച്ചുകൊള്ളുവിൻ. മനുഷ്യനെ അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നത് അല്ല, വായിൽ നിന്ന് പുറപ്പെടുന്ന അത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ അടുക്ക് വന്ന്, പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. അവരെ വിടുവീൻ, അവർ കുരുടന്മാരായ വഴികാട്ടുകളത്രേ. കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞ് പത്രോസ് അവനോട്, ആ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തരണമെന്ന് പറഞ്ഞു. അതിനെ അവൻ പറഞ്ഞത്,
നിങ്ങളും ഇന്ന് വരെ ബോധമില്ലാത്തവരോ? വായ്ക്കകത്ത് കിടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നുവെന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. യേശു അവിടം വിട്ട് സോർ, സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നുവെന്ന് നിലവിളിച്ച് പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കെ വന്നിട്ട് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനെ അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്നു, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. യേശു അവിടെ നിന്ന് യാത്രയായി ഗലീലക്കടലിലേക്ക് ചെന്ന് മലയിൽ കയറി അവിടെ ഇരുന്ന് വളരെ പുരുഷാരം, മുടന്തർ, കുരുടർ, മർക്കൂനർ മുതലായ പലരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ കാൽക്കൽ വെച്ചു. അവൻ അവരെ സൗഖ്യമാക്കി. ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാക്കുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ലായതുകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു. നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ടെന്ന് യേശു ചോദിച്ചു. 7 കുറേ ചെറുമീനുമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോടെ നിലത്തെ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം അവർ 7 വട്ടി നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ 4000 പുരുഷന്മാരുണ്ടായിരുന്നു. പിന്നെ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പടകിൽ കയറി മഗധ ദേശത്തേക്ക് എത്തി. ബാറയ്ക്കുമോ. സങ്കീർത്തനം 55-ാം സങ്കീർത്തനം. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ യാചനയ്ക്ക് മറിഞ്ഞിരിക്കരുതേ. എനിക്ക് ചെവി തന്ന് ഉത്തരമരുളേണമേ. ശത്രുവിൻ്റെ ആരവ നിമിത്തവും ദുഷ്ടൻ്റെ പീഡനിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു. കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു. മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ഭയവും വിറയിലും എന്നെ പിടിച്ചിരിക്കുന്നു. പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറവുണ്ടായിരുന്നുവെങ്കിൽ
എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്നേ ഞാൻ പറഞ്ഞു. അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ചു, മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാനൊരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. കർത്താവെ, സംഹരിച്ച് അവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലവും കണ്ടിരിക്കുന്നു. രാവും പകലും അവർ അതിൻ്റെ മതിലുകളിന്മേൽ ചുറ്റി സഞ്ചരിക്കുന്നു. നീതികേടും കഷ്ടവും അതിൻ്റെ അകത്തുണ്ട്. ദുഷ്ടത അതിൻ്റെ നടുവിലുണ്ട്. ചതിവും വഞ്ചനയും അതിൻ്റെ അഭിരീതികളെ വിട്ടുമാറുന്നതുമില്ല. എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല. അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ ഭയക്കുന്നവനല്ല. അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്തു. പുരുഷാരവുമായി ദൈവാലയത്തിലേക്ക് പോയല്ലോ. മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ. അവർ ജീവനോട് പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദുഷ്ടത അവരുടെ വാസസ്ഥലവും അവരുടെ ഉള്ളിലുമുണ്ട്. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ദൈവം കേട്ട് അവർക്ക് ഉത്തരമരുളും. പുരാതനമേ, സിംഹാസനസ്ഥനുമായവൻ തന്നെ. അവർക്ക് മാനസാന്തരമില്ല. അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല. തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്തു. തൻ്റെ സഖ്യതയെ അവൻ ലംഘിച്ചുമിരിക്കുന്നു. അവൻ്റെ വായ് വെണ്ണ പോലെ മൃദുവായത്. ഹൃദയത്തിലോ യുദ്ധമത്രേ. അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ. എങ്കിലും അവ ഊരിയ വാളുകളായിരുന്നു. നിന്റെ ഭാര്യ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവന് ഒരു നാളും സമ്മതിക്കയില്ല. ദൈവമേ, നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും. രക്തപ്രിയവും വഞ്ചനയും ഉള്ളവൻ ആയുസ്സിൻ്റെ പകുതിയോളം ജീവിക്കയില്ല. ഞാനോ നിന്നിൽ ആശ്രയിക്കും. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമവ. വേദനാഥനേ, നിന്റെ ജ്ഞാനം നൽകുക. വേദനാഥനേ, നിന്റെ ജ്ഞാനം ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വന്യ വൈദിക ശ്രേഷ്ഠ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നോമ്പിൻ്റെ പകുതിയോളം എത്തുമ്പോൾ
നോമ്പിൻ്റെ ഈ വിശുദ്ധ ദിവസം, ഈ മധ്യാഹ്നത്തിൽ കർത്താവിൻ്റെ ആലയത്തിൽ ആയിരിക്കുവാൻ ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഞാൻ വന്നിറങ്ങിയപ്പോഴും ചിലരൊക്കെ പരിഭവം പറഞ്ഞു, അച്ഛാ കഠിനമായ ചൂടാണ്, ചൂടൊക്കെ കഴിഞ്ഞ് വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനത് ഉൾക്കൊള്ളുന്നു. ദൈവം സഹായിച്ച അടുത്ത വർഷം അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ ആ തീരുമാനം എടുക്കുമ്പോൾ അതുകൂടി പരിഗണിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. ദൈവസന്നിധിയിൽ അടുത്തു വരിക എന്ന് പറയുമ്പം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഞാനിപ്പം നിങ്ങൾ പറഞ്ഞ ബുദ്ധിമുട്ടുകളെ പറ്റിയല്ല, നമുക്ക് പല ഓപ്ഷനുകൾ ദൈവം തമ്പുരാൻ തരുന്നുണ്ട്. ഈ നല്ല ചൂടത്ത് ഫാനൊക്കെ ഇട്ട് ശാന്തമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ചൂടിൻ്റെ നടുവിലും പ്രതികൂല കാലാവസ്ഥയുടെ ഇടയിലും ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് അല്പസമയം വചനം കേൾക്കുവാൻ എല്ലാവർക്കും തോന്നുന്ന മനസ്സല്ല, അല്ലേ? അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ സന്തോഷങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷം കണ്ടെത്തുന്നു എന്ന് കരുതട്ടെ. പ്രത്യേകാൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് സാങ്കത്യമില്ലെന്ന് എനിക്കറിയാം, എങ്കിലും സന്ദർഭവശാൽ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഈ ദിവസങ്ങൾ കുമ്പസാരം നടക്കുന്നുണ്ട്. ഈ കുമ്പസാരത്തിന് വരുമ്പം നമുക്ക് പൊതുയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടത് എന്ന് പലരും മറന്നുപോയോ എന്നെനിക്ക് സംശയം. കുമ്പസാരത്തിന് വരുന്നതിന് മുമ്പ് എന്താ ചെയ്യുക? ഒരുങ്ങണം, അല്ലേ? എങ്ങനെ ഒരുങ്ങുക? പ്രാർത്ഥനയോടെ ഒരുങ്ങണം. വേദോത്സവം വായിച്ച അനുതാപത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഇവിടെ ദേവാലയത്തിൽ വന്നിരിക്കുമ്പം നമ്മൾ ആദ്യം കുമ്പസാരിച്ച് പോകാനല്ല, ആ കുർബാനക്രമത്തിൽ കുമ്പസാരത്തിൻ്റെ ഒരുക്ക അപേക്ഷകളുണ്ട്, പാപങ്ങളുടെ പട്ടികകളുണ്ട്. അതൊക്കെ ഒന്ന് പരിശോധിച്ച് ഒരുക്കത്തോടുകൂടി വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരണം. അത് ഒരുക്കത്തിൻ്റെ ഒരു ഭാഗം. രണ്ടാമത്, വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരുമ്പോൾ യാമപ്രാർത്ഥനകൾ പൂർത്തീകരിച്ചിട്ട് വരണം. കുമ്പസാരിച്ചിട്ട് നേരെ ഓടി വീട്ടിൽ പോവല്ല. പറ്റുമെങ്കിൽ സന്ധ്യാനമസ്കാരം കൂടെ ഒക്കെ കൂടി രാത്രി പ്രാർത്ഥന വീട്ടിൽ നിർവഹിച്ച് 51-ാം സങ്കീർത്തനമൊക്കെ ചൊല്ലി വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരണം. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇത്രയും ഒരുക്കമുണ്ട്. സ്വീകരിച്ചു കഴിഞ്ഞോ പിന്നെ എന്തും പറയാം എന്നൊരു ചോദ്യമുണ്ടോ? ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഇത്രയും ഒരുക്കം ആവശ്യമുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് അതിനേക്കാൾ ശ്രേഷ്ഠതയോടെ പവിത്രതയോടെ ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും, മറ്റുള്ള ഓർത്തഡോക്സ് സഭകളിൽ, പ്രത്യേകിച്ച് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭകളുടെ മറ്റ് സഭകളിൽ വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ അവർ കുറേ നേരത്തേക്ക് സംസാരിക്കത്ത് പോലുമില്ല. എന്തുകൊണ്ടാണ്? വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ വെള്ളം കുടിക്കാൻ തരുന്നത് എന്തിനാ? അല്ലേ? വായിൽ അതിൻ്റെ അംശം ഇരുന്നിട്ട് സംസാരിക്കുമ്പം തെറിച്ച് അതിൻ്റെ കണികകൾ പോലും പുറത്തേക്ക് പോവാൻ ഇടയാകരുത്. സെമിനാരിയിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അതിനിടയ്ക്ക് കുളിക്കാൻ പോലും പോകാൻ ഇടയാകരുതെന്ന് പറഞ്ഞാൽ അത്ര വിശുദ്ധിയോടെ ആ ഒരുക്കത്തോടുകൂടി ഉള്ളിലെ വിശുദ്ധ കുർബാന അതേ പവിത്രതയോടെ സ്വീകരിക്കണം. അത് ഒരു ദിവസത്തേക്കല്ല, തുടർന്നുള്ള നമ്മുടെ സംസാരത്തിലും എല്ലാ കാര്യങ്ങളിലും അത് സൂക്ഷിക്കുവാനായിട്ട് ഇടയാകണം. ഇന്ന് ഈ പകൽക്കാലം നമ്മളോട് ദൈവവചനം അറിയിക്കാൻ തക്കവണ്ണം ഒരു ചുരുങ്ങിയ നോട്ടീസിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നത് ബഹുമാനപ്പെട്ട EBT സമൂഹൽ അച്ഛന്. അച്ഛൻ തുമ്പമൺ ഭദ്രാസനത്തിലെ ഇലന്തൂർ കാരൂർ ദേവാലയത്തിലെ അംഗമാണ്.
അച്ഛൻ ഇപ്പോൾ പുത്തൻ പീടിക സെൻറ് മേരീസ് ഓക്ട്രോസ് വലിയ പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു സംഭവം നിങ്ങളെ ഓർപ്പിക്കാം. യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു വാർഷിക മീറ്റിങ്ങിൽ പരിശുദ്ധ ബാവാ തിരുമേനി കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് പറഞ്ഞു, നമ്മുടെ യുവജനങ്ങളിൽ ഏതെങ്കിലും പള്ളിയോ ഭദ്രാസനോ ആയിട്ട് വീടില്ലാത്ത ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നുവെങ്കിൽ അതിന് 10 ലക്ഷം രൂപ ചിലവാകുമെങ്കിൽ പകുതി 5 ലക്ഷം രൂപ ഞാൻ തരും. അതെത്ര വീട് വെച്ചാലും അതിൻ്റെ പകുതി ചിലവ് ഞാൻ തരും എന്ന് ബാവാ തിരുമനസ് ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ മീറ്റിങ്ങിൽ പറയുണ്ടായി. തിരുമേനി ചോദിച്ചു, ഈ വെല്ലുവിളി ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ആരും മിണ്ടിയില്ല. എന്നാൽ തുമ്പോൺ ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അച്ഛൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. തിരുമേനിയോട് പറഞ്ഞു, തുമ്പോൺ ഭദ്രാസനത്തിൽ 5 വീടുകൾ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് വീടില്ലാത്തവർക്ക് 5 വീട് തുമ്പോൺ ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനം വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. അച്ഛൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതല ഒഴിഞ്ഞപ്പോൾ ഈ 5 വീടും പരിശുദ്ധ ബാവാ തിരുമനസിൻ്റെ ആശീർവാദത്തോടെ അതിന് താക്കോല് കൊടുക്കുവാനായിട്ടിടയായി. അത്തരുണത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിന് തുമ്പോൺ ഭദ്രാസനത്തിൽ നേതൃത്വം കൊടുത്ത വൈദികനാണ്. ഇപ്പോൾ തുമ്പോൺ ഭദ്രാസനം രൂപീകൃതമായതിൻ്റെ ശതോത്തര ജൂബിലി നടക്കുകയാണല്ലോ. ആ ജൂബിലിയുടെ ഫിനാൻസ് കമ്മിറ്റിയിലെ പ്രധാന ചുമതലയും അച്ഛൻ വഹിക്കുന്നു. എനിക്ക് അച്ഛനോടുള്ള സന്തോഷം, ഞങ്ങൾ ഒന്നിച്ച് സെമിനാരി പഠിച്ചത് 5 വർഷം. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സെമിനാരിയിൽ ഷെമ്മാശന്മാരുടെ ആ ക്ലാസ്സിന് ഷെമ്മാശന്മാർക്ക് ഒരു ലീഡറുണ്ടാവും. ഒരു വർഷക്കാലം ഷെമ്മാശന്മാരായിരിക്കുമ്പം ആ ഷെമ്മാശന്മാർക്കൊരു ലീഡറുണ്ട്. അതിന് റീഷ് എന്നാ പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഷെമ്മാശന്മാരെ കോർത്തിണക്കി ഒരു വർഷക്കാലം അതിൻ്റെ ലീഡറായിരുന്ന ആളാണ് ABT സമൂഹൽ അച്ഛൻ. പ്രത്യേകാൽ അച്ഛനുമായിട്ട് ഈ 14 വർഷമായി സെമിനാരിയിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഇപ്പോഴും സഹോദര സ്നേഹം സൂക്ഷിക്കുന്നു. ഏതൊരാവശ്യത്തിന് എപ്പം വിളിച്ചാലും അച്ഛൻ്റെ പള്ളിയിൽ ഇന്ന് മീറ്റിംഗ് ഉണ്ട്, പള്ളിയിലെ സന്ധ്യാനമസ്കാരമുണ്ട്. എല്ലാ തിരക്കുകളും ഇനിയും കിടക്കുക. ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഈ തിരക്കുകൾക്കിടയിലും അച്ഛൻ നമ്മുടെ ദേവാലയത്തിലേക്ക് കൂടി വന്നു. വളരെ സന്തോഷത്തോടുകൂടി അച്ഛനെ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്ന് ഈ സംയുക്ത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് മാർ ഗ്രിഗോറിയോസ് പ്രാർത്ഥനയോഗമാണ്. വളരെ ആത്മാർത്ഥമായി വളരെ ഭംഗിയായി കൂടിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയോഗമാണ്. ഇപ്പം അങ്ങനെ കൂടുന്നുണ്ട്. വളരെ സന്തോഷം. എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. നല്ല രീതിയിൽ അത് നടക്കാൻ ഇടയാകട്ടെ. അതോടൊപ്പം മറ്റ് പ്രാർത്ഥനയോഗങ്ങളായി കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ആളുകൾ കടന്നു വന്നു. വളരെയധികം സന്തോഷം. എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം പറയുമ്പോഴും നന്ദി പറയുമ്പോഴും വിട്ടുപോകുന്ന ഒരാളാണ് ജിതിൻ. നമ്മുടെ ഈ ശുശ്രൂഷകളൊക്കെ വീഡിയോ എടുത്ത് നമ്മുടെ ദൂരെയുള്ള സഹോദരങ്ങൾ, ജോലി ചെയ്യുന്നവരും പള്ളിയിൽ വരാൻ പറ്റാത്തവരുമായവർക്കൊക്കെ കാണാനുള്ള അവസരം ജിതിനത് തയ്യാറാക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തോടും നമ്മുടെ പ്രധാന ശുശ്രൂഷകനെയും വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛനെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യും. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ ശിരസ്സുകൾ നമിച്ച് പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. ദൈവാദിദൈവവും കർത്താവും വിശ്വാസപൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്നതിനുമായ ദൈവമേ, അനുഗ്രഹീതവും പരിശുദ്ധമായ ഈ പുണ്യ ദിവസത്തിൻ്റെ ഈ യാമത്തിൽ ഏഴകളും പാപികളുമായ അടിയാരാകുന്ന ഞങ്ങൾ ഇന്ന് ഈ പരിശുദ്ധാലയത്തിൽ ഒരുമിച്ച് കൂടുവാനും
തമ്പുരാനെ, നീ നൽകിയ വചനത്തിൻ്റെ ആഴമായ അർത്ഥങ്ങളിലേക്ക് ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ ഒന്ന് ക്രമീകരിക്കുവാൻ നൽകിയ അവസരത്തിലായിട്ട് നിന്നെ സ്തുതിക്കുന്നു. വിശുദ്ധമായ പാദങ്ങളിലൂടെയും തമ്പുരാൻ നൽകുന്ന അനുഗ്രഹങ്ങളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തിലൂടെയും ഞങ്ങളെ അവിടുന്ന് വഴി നടത്തുമ്പോൾ പാപത്തിൻ്റെ ഫലത്തിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിപ്പാൻ ഞങ്ങളെ ഇടയാക്കാതെ നീ നൽകുന്ന സ്നേഹത്തിലും നീ സഹിച്ച കഷ്ടത്തിലും പങ്കുകാരാകുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഈ നോമ്പ് അതിനൊരു മുഖാന്തരമാക്കി നാഥ നീ മാറ്റിത്തരണമേ. കൂടിയിരിക്കുന്ന ഞങ്ങളെ വാഴ്ത്തണമേ. കുറ്റങ്ങളും കുറവുകളും ഉണ്ട് എങ്കിലും ദൈവമേ, നിൻ്റെ വചനത്തിലൂടെ ഞങ്ങളെ ശക്തീകരിക്കണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നാളും കരയേറ്റുവന്നിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ പ്രിൻസ് അച്ഛനും ഞാൻ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അച്ഛനാഴമായിട്ട് സംസാരിച്ചു. വളരെയേറെ സന്തോഷം. ഇതിനു മുൻപ് ഈ ദേവാലയത്തിൽ കടന്നു വന്ന ഒരു വട്ടം ശുശ്രൂഷ നിർവഹിക്കുവാനിടയായി. പ്രിയപ്പെട്ട അച്ഛൻ ഇവിടേക്ക് വന്ന ആ ഒരു വർഷമായിരുന്നു, പെരുന്നാളനുബന്ധിച്ചായിരുന്നു. വീണ്ടും അച്ഛൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ ഈ നോമ്പിൻ്റെ യാത്രയിൽ കുറച്ചുകൂടി ആഴമായിട്ട് ദൈവത്തോടൊന്ന് ബന്ധപ്പെടുവാൻ, മനസ്സിൽ രൂപപ്പെടുന്ന ആശയങ്ങളെ ഒന്ന് സംവേദിക്കുവാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും പരിശുദ്ധിയുടെയും പരിശോധനയുടെയും പുണ്യദിനത്തിലാണല്ലോ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു കാര്യത്തെയും നിസ്സാരമാക്കുവാനും നിർജീവമാക്കുവാനും നിർത്തലാക്കുവാനും വളരെയേറെ എളുപ്പമാണ് നമുക്ക്. എന്നാൽ അതേ കാര്യത്തെ വിശുദ്ധമാക്കുവാനും പവിത്രമാക്കുവാനും പരിപാവനമാക്കുവാനും അതിലുപരിയായി അവിസ്മരണമാക്കുവാനും കുറച്ചേറെ കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിക്കേണ്ടതായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഈ നോമ്പ് ദിവസങ്ങൾ കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു അനുഭവമുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പാണ് എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, അത് പലയിടത്തും പങ്കുവച്ചിട്ടുണ്ട്. ഈ നോമ്പ് ദിവസവും സാധാരണ ദിവസവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ് സംസാര വിഷയം. വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാതെ നോമ്പിൻ്റെ മക്കളായ ഓർത്തഡോക്സുകാർക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്. എന്താണ് നോമ്പ് ദിവസവും നോമ്പല്ലാത്ത ദിവസത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ക്രമീകരണങ്ങളും നമ്മുടെ ആരാധനകളും നമ്മുടെ ശുശ്രൂഷകളിലും നമ്മുടെ യാത്രകളിലും നമ്മുടെ ചിന്തകളിലൊക്കെ വരേണ്ട വ്യത്യസ്ത ഭാവം ഏതാണെന്നൊക്കെ നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എന്നാൽ ഈ സുഹൃത്ത് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് ആത്മാർത്ഥ സുഹൃത്താണ്. അപ്പോൾ അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ നിന്ന് ഒളിച്ചുമറയില്ലാത്ത ഉത്തരങ്ങൾ ലഭിക്കുമെന്നത് സത്യമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് വെച്ചാൽ, എനിക്ക് മനസ്സിലാക്കുന്ന ഒരു ഉത്തരവുണ്ട്. ഈ നോമ്പ് ദിവസവും സാധാരണ ദിവസവും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി. ഈ നോമ്പല്ലാത്ത ദിവസങ്ങളിൽ ഇറച്ചി, മീൻ, മുട്ട ഇതൊക്കെ ഞങ്ങൾ പരസ്യമായിട്ട് ഭക്ഷിക്കുന്നു. നോമ്പ് സമയത്ത് ഇതൊക്കെ ഞങ്ങൾ രഹസ്യമായിട്ട് ഭക്ഷിക്കുന്നു. ഒരു സാധാരണ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു സന്ദേഹം അദ്ദേഹം മനസ്സിലാക്കിയ രീതിയിൽ ഒന്ന് സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ വാക്കുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഏതൊരു കാര്യത്തെയും നിസ്സാരമാക്കുവാനും നിർജീവമാക്കുവാനും നിർത്തലാക്കുവാനും നമുക്ക് വളരെ എളുപ്പമാണ്. നോമ്പിനെ അത്രമാത്രം പുണ്യമായി തഴുകി തലോടി നോമ്പ് ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് കാണിച്ചു തന്ന ഒരു പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരെന്ന നിലയിൽ ഈ നോമ്പിൻ്റെ പാതി ദിവസം പിന്നിടുമ്പോൾ എവിടെയെങ്കിലും അറിയാതെയോ അറിവില്ലാതെയോ നോമ്പിനെ നിസ്സാരമാക്കിയെങ്കിൽ, അത് ജീവിതത്തിൽ നിന്നുപോയിട്ടുണ്ടെങ്കിൽ, നിർജീവമായിട്ട് നിന്നുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നോമ്പ് അന്വർത്ഥമാക്കേണ്ട, വീണ്ടും നമ്മളൊന്ന് ഉണർത്തേണ്ട സമയമായിട്ട് ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പിതാക്കന്മാർ ഈ നോമ്പിനെ പറ്റി പറയുന്ന ഒരു വാക്കുണ്ട്, വളരെ ശ്രദ്ധേയ ഒരു ആശയമാണ്. നോമ്പെന്ന് പറയുന്നത് നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു ആശയമാണ്. അത് കടന്നു വന്നിട്ട് നമ്മളെ കുലുക്കി ഉണർത്തുകയാണ്.
എന്തിൽ നിന്ന് കുലുക്കി ഉണർത്തുന്നു എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, ലെതർജി എന്നൊരു വാക്കുണ്ട്. ലെതർജി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ അർത്ഥം അലസത, ഗാഠനിദ്ര, ഉദാസീനത എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ലെൻ കം അസ് ടു ഷെയ്ക്ക് അസ് ഫ്രം ലെതർജി എന്നാണ് പറയുന്നത്. നമ്മിലേക്ക് കടന്നു വന്ന് ഉറക്കത്തിലുള്ള നമ്മളെ, അലസതയിൽ ജീവിച്ച നമ്മളെ ഒന്ന് കുലുക്കി ഉണർത്തി വീണ്ടും ഉണർവോടുകൂടി മനുഷ്യ ജീവിതത്തിൽ യാത്ര ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ട, നമ്മെ പ്രചോദിപ്പിക്കേണ്ട ആത്മീയ ദിവസം, ആത്മീയ അനുഭവങ്ങളായിട്ട് നോമ്പ് പരിണമിക്കേണ്ടതായിട്ടുണ്ട്. ഈ സുറിയാനി സാഹിത്യത്തിലെ അതുല്യനായ ഒരു കവിയുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ബൗസാകളൊക്കെ ഇങ്ങനെ ഒത്തിരി എന്നും ഉരുവിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സെറൂഗലമാർ യാക്കോബ് എന്ന് പറയുന്ന പിതാവ്, നമുക്കറിയാം യാക്കോബിൻ്റെ ബൗസാകൾ. അദ്ദേഹം ഈ നോമ്പിൻ്റെ നല്ല അനുഭവത്തെപ്പറ്റിയും നോമ്പിൻ്റെ സ്വഭാവത്തെപ്പറ്റിയും നോമ്പിൻ്റെ ഫലത്തെപ്പറ്റിയും വളരെ സുന്ദരമായിട്ട് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. നോമ്പിൻ്റെ സ്വഭാവം എന്താണെന്നും നോമ്പിൻ്റെ ഫലം എന്താണെന്നും സുന്ദരമായി വ്യാഖ്യാനിച്ചു. ഇങ്ങനെയാണ്: ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയും അനുതാപത്തോടു കൂടിയുള്ള കണ്ണുനീരും സമന്വയിച്ചാൽ സൃഷ്ടികളുടെ ഉടയനായ ദൈവം നമ്മിൽ പ്രീതിപ്പെടും, ഒഴിച്ചുകൂടുവാനാകാത്ത ശിക്ഷകൾ മാറിപ്പോകും. മനസ്സിലായോ? ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയും അനുതാപത്തോടു കൂടിയുള്ള കണ്ണുനീരും ഒത്തുചേർന്നാൽ, അത് രണ്ടും കണ്ടുമുട്ടിയാൽ, അതൊരേ സമയത്ത് ഒരുമിച്ച് യാത്ര ചെയ്താൽ സൃഷ്ടികളുടെ ഉടയവനായ ദൈവം നമ്മിൽ പ്രീതിപ്പെടും, ഒഴിച്ചുകൂടാനാവാത്ത ശിക്ഷകളും കോപവടികളും മാറ്റിത്തരുമെന്നത് അദ്ദേഹം ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് വെറുതെ ഇങ്ങനെയുള്ള ആശയങ്ങൾ അവർ എഴുതി രൂപപ്പെടുത്തിയിട്ടല്ല എന്ന് വ്യക്തമാണ്. കാരണം വിശുദ്ധ വേദഗ്രന്ഥത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതിന് അടിസ്ഥാനമായിട്ടുള്ള ആശയങ്ങളും അടിസ്ഥാനമായിട്ടുള്ള വിവരണങ്ങളും സംഭവങ്ങളും അത് മനസ്സിലാക്കി അതിൽ നിന്ന് ധ്യാനിച്ച് മനനം ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ലഘുവായിട്ടുള്ള നോമ്പിൻ്റെ സ്വഭാവത്തെയും നോമ്പിൻ്റെ ആശയത്തെയൊക്കെ നമുക്ക് തരുന്നത്. പ്രത്യേകിച്ച് നിനുവാ നോമ്പ് കഴിഞ്ഞിട്ടാണ് വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. യോനായുടെയും നിനുവാജനത്തിൻ്റെയും ജീവിതത്തിൽ കണ്ട, അവിടെ അനുഭവിച്ച, അവർ യാത്ര ചെയ്ത യാത്രകളിലെ അടിസ്ഥാനമാണ് പ്രത്യേകിച്ച് ഈ യാക്കോബിൻ്റെ ബോവസായിൽ ഈ പിതാവ് നമ്മളെ ഓർപ്പിച്ചത്. മ്ലേച്ഛതയുടെയും അഹങ്കാരത്തിൻ്റെയും ക്രൂരതയുടെയും തന്നിഷ്ടത്തിൻ്റെയും ജീവിതത്തിൽ ജീവിച്ച ഒരു ജനത നിനുവ. അവിടേക്ക് ദൈവത്തിൻ്റെ പ്രവാചകൻ കടന്നു എന്ന് പറയുന്നു, 40 ദിവസത്തിനുള്ളിൽ നിനുവ നശിച്ച് ചാമ്പലാകുകയാണ്. എന്നാൽ ആ സമയം മുതൽ എട്ടിലും വെണ്ണീറിലും ഇരുന്ന് രാജാവ് പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിലൂടെ ഒരു കുഞ്ഞും ഒന്നും ആസ്വദിക്കരുത്, അവൻ്റെ സാഹസം വിട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ഒരു രാജാവിൻ്റെ, ക്രൂരനായ ഒരു രാജാവ് ശാന്തനായ ഒരു രാജാവായി മാറുകയാണ്. ആ രാജവിളംബരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജനം മുഴുവനും ഉപവാസത്തോടുകൂടി പ്രാർത്ഥിച്ചു, അനുതാപത്തോടുകൂടി കണ്ണുനീര് പൊഴിച്ചു. ആ സമയത്ത് സൃഷ്ടികളുടെ ഉടയവനായ ദൈവം തൻ്റെ തീരുമാനം മാറ്റുകയാണ്, അവരിൽ പ്രീതിപ്പെടുകയാണ്. 40 ദിവസം കഴിഞ്ഞ് കത്തിച്ചാമ്പലാകൂ എന്ന് പറയുന്ന തീരുമാനം മാറ്റി വരുത്തുവാനിരിക്കുന്ന കോപശിക്ഷ അവരിൽ നിന്ന് മാറ്റുകയാണ്. നോമ്പ് അത്ര ബലമുള്ളതാണ്. നോമ്പ് അത്ര പരിവർത്തനം വരുത്തുന്നതാണ്. നോമ്പ് അത്ര സ്നേഹത്തോടെ നമ്മളെ സമീപിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോമ്പ് അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് യാത്ര ചെയ്യണം. ഈ നോമ്പിനെ ഒരു ക്ഷീണമായി, ഒരു നഷ്ടമായി കാണാതെ, ജീവിതത്തിലെ ഭാഗ്യാവസ്ഥകളുടെ, ജീവിതത്തിൽ ദൈവം തരുന്ന ഏറ്റവും ഭാഗ്യമായിട്ടുള്ള ദിവസങ്ങളായിട്ട് അതിനെ സ്നേഹിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര തുടങ്ങാം. ഈ പാതി ദിവസം പിന്നിടുമ്പോൾ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ച് അനേകം സൗഖ്യങ്ങളുടെ കഥകൾ ഇങ്ങനെ കേട്ടുവരികയാണ്. തമ്പുരാൻ്റെ അടുത്ത് ചെന്ന അനേകം വ്യക്തികളെ അവൻ സ്പർശിക്കുകയും അവൻ്റെ സംസാരത്തിലൂടെയും അവൻ്റെ ദർശനത്തിലൂടെയൊക്കെ സൗഖ്യം നൽകി. ഞാൻ ലോകത്തിൽ കടന്നു വന്നത് ആത്മാവ് നഷ്ടപ്പെട്ട, പാപത്തിൽ മരിച്ചു കിടന്ന മനുഷ്യനെയൊക്കെ ഒന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക. ആ ഉയർത്തെഴുന്നേൽപ്പ് ഒരു സാക്ഷ്യമായിട്ട് ലോകത്തിന് നൽകുക. ആ സാക്ഷ്യം കണ്ട് മറ്റുള്ളവൻ ദൈവത്തിലേക്ക് കടന്നു വരണം. ഇതാണ് അത്ഭുതങ്ങളുടെ ക്രിസ്തു നൽകിയ സൗഖ്യത്തിൻ്റെയൊക്കെ വലിയൊരു ഒരു അർത്ഥമെന്നൊക്കെ പറയുന്നത്. ഇത് കണ്ടിട്ട് മറ്റുള്ളവർ അവങ്കിലേക്ക് വരണം. പക്ഷെ ക്രിസ്തു പറഞ്ഞു, ഇതാരോടും പറയരുതെന്ന് പറഞ്ഞു. പരസ്യപ്പെടുത്തുവാൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സ്വന്തം ജീവിതത്തിലൂടെ സൗഖ്യം കിട്ടിയ മനുഷ്യരിലൂടെ യേശുവിലേക്ക് കടന്നു വരുന്ന മനുഷ്യൻ്റെ ചരിത്രം ഇങ്ങനെ തുടരുകയാണ്. 1952
സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ജർമ്മനിക്കാരനായ ആൽബർട്ട് സ്വീറ്റ്സർ എന്ന മനുഷ്യനാണ്. ജർമ്മനിക്കാരനാണ്. അപ്പം അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരങ്ങളൊന്നാണ് ഈ നോബൽ പ്രൈസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അത് സമാധാനത്തിന് ലഭിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് റെവറൻസ് ഫോർ ലൈഫ് എന്നാണ്. ജീവിതത്തോടുള്ള ബഹുമാനം എന്ന് പറയുന്ന ഒരു വിഷയത്തിലാണ് അദ്ദേഹത്തിന് ഈ ഒരു സമ്മാനം ലഭിച്ചത്, നോബൽ പ്രൈസ്. എത്രമാത്രം ഒരു മനുഷ്യന് ലോകത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കാൻ പറ്റുമോ ആ ഉന്നതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പുരസ്കാരത്തിലൂടെ അദ്ദേഹം ഉയർന്നിരിക്കുകയാണ്. ഈ പുരസ്കാര ജേതാവായ മനുഷ്യനെ സ്വീകരിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം ട്രെയിനിലാണ് ഈ പുരസ്കാരം മേടിച്ചുകൊണ്ട് ഇങ്ങനെ വന്നത്. അപ്പം അദ്ദേഹം ട്രെയിനിൽ വന്ന് ഇങ്ങനെ ഇറങ്ങി അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തെ സ്വീകരിക്കുവാനും അദ്ദേഹത്തോട് സംസാരിക്കുവാനും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, കൂടെ മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ പുരസ്കാര ജേതാവിനെ കാണുവാൻ. അവരെല്ലാവരും കണ്ട ഒരു കാഴ്ച, ഈ ട്രെയിനിൽ നിന്ന് ഈ മനുഷ്യൻ, ലോകത്തിൻ്റെ നെറുകയിൽ നിന്ന ഒരു മനുഷ്യൻ, പുരസ്കാരങ്ങളുടെ പുരസ്കാരമായ നോബൽ പ്രൈസ് നേടിയ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരുമ്പോൾ അവർ കണ്ട കാഴ്ച, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നീഗ്രോ വനിതയുടെ ഒരു വലിയ ഒരു ഭാണ്ഡം അദ്ദേഹത്തിൻ്റെ തോളിൽ വെച്ച് നടക്കുവാൻ പറ്റാത്ത ഈ സ്ത്രീയുടെ കൈ പിടിച്ച് അവരെ സഹായിച്ചുകൊണ്ട് നടന്നു വരുന്ന ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഇത് കണ്ടിട്ട് എല്ലാവരും അദ്ദേഹത്തോട് സംസാരിച്ചു പോയി. എന്നാൽ പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഈ റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു വാക്കിങ്ങനെ എഴുതി, ഈ ഒരു കാഴ്ച കണ്ടിട്ട്, ലോകത്തിൻ്റെ നെറുകയിൽ നിന്നൊരു മനുഷ്യൻ താഴ്മയുടെയും വിനയത്തിൻ്റെ ഭാവം പൂണ്ടുകൊണ്ട് സഹായത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രഭുവായിട്ട് വീണ്ടും അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ ഈ മാധ്യമ പ്രവർത്തകൻ എഴുതിയത് ഇങ്ങനെയാണ്: ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഐ എവർ സോ എ സർമൺ വാസ് വാക്കിംഗ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സുവിശേഷം ചലിക്കുന്നത് കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രസംഗം ചലിക്കുന്നത് ഞാൻ കാണുന്നത്. ശരിക്കും സുവിശേഷം നിശ്ചലമായിരിക്കേണ്ട സമയമല്ല നോമ്പെന്ന് പറയുന്നത്. സുവിശേഷം ചലനാത്മകമായി വീണ്ടും മനുഷ്യനെ ഉണർത്തേണ്ട സമയമായിട്ട് നോമ്പ് മാറണം. അതിനുള്ള അവസരത്തിലേക്കാണ് നമ്മളിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള വചന ശുശ്രൂഷയിലൊക്കെ നമ്മുടെ എവിടെയെങ്കിലും നിശ്ചലതകളൊക്കെ മാറി സജീവമായി മാറേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനം അങ്ങനെ ഉള്ളിലേക്ക് കയറുവാൻ വേണ്ടി ഒന്ന് ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം തരുന്ന ദാനങ്ങളെ ഓർത്ത് എന്നും അതിനെ സ്വീകരിക്കുവാൻ വേണ്ടി മനസ്സും ശരീരവും ഒരുക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ദൈവം നമ്മളെ ആദരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് അല്പസമയം ഈ ആദരവ് എന്ന് പറയുന്ന വാക്കിനെ പറ്റി ദിവസത്തിലെ ചില ആശയങ്ങളൊന്ന് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഒത്തിരി വാക്കുകൾ ഈ ആദരവിനോട് ചേർത്ത് നമ്മൾ പറയുന്നുണ്ട്. സ്നേഹാദരവ്, ഭക്തിയാദരവ് എന്നൊക്കെ പറയുന്ന ഒത്തിരി ആദരവുകളുണ്ട്. ഇതൊക്കെ മനുഷ്യന് കൊടുക്കുന്ന ആദരവാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൊടുക്കുന്ന ആദരവും പ്രശംസയുമാണ് ഇങ്ങനെയുള്ള വാക്കുകൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മളെ സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലെ ഊഴിയായ ഒരു മനുഷ്യനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ, പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഭാഗ്യം എന്താണ് നമുക്കുള്ളത്? സൃഷ്ടികളുടെ ഉടയവനായ ദൈവം സൃഷ്ടിയായ മനുഷ്യനെ ആദരിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവം അവരിൽ യഥാർത്ഥമായി പ്രീതിപ്പെടുകയാണ്. 2 പത്രോസ് 2-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വേദഭാഗത്തിൽ ദൈവം ഈ ലോകത്തിൽ താൻ ഒരിക്കലും ആദരിക്കത്തില്ല എന്ന് പറഞ്ഞ ചില വ്യക്തികളെ കാണുന്നുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ ദൈവം ആദരിക്കുവാൻ താല്പര്യം കാണിക്കാത്ത കുറേ കൂട്ടരെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കൂട്ടർ എവിടെ പറയുന്നുണ്ട്? 2 പത്രോസ് 2-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ പാപം ചെയ്ത ദൂതന്മാരെ ഞാൻ ആദരിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. പാപം ചെയ്ത ദൂതന്മാരെ ആദരിക്കത്തില്ല. ഞാൻ പറഞ്ഞ ആശയം, ദൈവം ആദരിക്കുന്ന മനുഷ്യനെ നമ്മൾ കണ്ടെത്തുകയാണ്. പക്ഷെ അതിനു മുമ്പ് ദൈവം ഈ ലോകത്തിൽ ആദരിക്കുവാൻ താല്പര്യം കാട്ടാത്ത മനുഷ്യരുടെ ഒരു പ്രതിരൂപങ്ങളായിട്ട് 3-4 പേരെ ഇവിടെ കാണുന്നുണ്ട്. അതിലൊന്ന് പാപം ചെയ്ത ദൂതന്മാരാണ്. ആരാണ് ഈ ദൂതൻ? ആരാണ് ഈ മാലാഖ? യെശയ്യാപ്രവചനത്തിന്റെ 14-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടിയെരിഞ്ഞ് ഈ ഭൂമിയിൽ വീണു എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ അത്യുന്നതനോട് സമനാകുവാൻ ശ്രമിച്ചത് കൊണ്ടല്ലേ നീ ഇങ്ങനെ വീണത്? നിഗളി
നിഗളം മനുഷ്യൻ്റെ ജീവിതത്തിലെ വലിയ പാപമാണെന്ന് ഈ പാപം ചെയ്ത ദൂതനിലൂടെ ദൈവം കാണിച്ചു തരികയാണ്. ദൈവത്തിന് മീതെ കയറുക, ദൈവസിംഹാസനത്തിൽ ഇരിക്കുവാൻ ശ്രമിക്കുക, ദൈവത്തെ ചോദ്യം ചെയ്യുക, ദൈവത്തെ അന്യനാക്കുക, ഇങ്ങനെയൊക്കെയുള്ള നിഗളഭാവങ്ങളുള്ള മനുഷ്യനെ ദൈവം ആദരിക്കുകയില്ല. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലോ അറിവ് കൂടാതെയോ നിഗളത്തിൻ്റെ അംശത്തിലേക്ക് നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തോണം, ദൈവം ആദരിക്കുവാൻ താല്പര്യം കാട്ടാത്ത കൂട്ടത്തിലുള്ളവരാണ് നിഗളികളായ മനുഷ്യൻ, പാപം ചെയ്ത മനുഷ്യൻ. രണ്ടാമത്തെ കൂട്ടർ പറയുന്നുണ്ട്, പുരാതന കാലത്തെ ജനത്തെ ഞാൻ ആദരിക്കുന്നില്ല പറഞ്ഞത്. പുരാതന കാലത്തെ ജനം ആരാണ്? ഈ പുരാതന കാലത്തെ ജനം നോഹയുടെ കാലമാണ് പറയുന്നത്. നോഹയുടെ കാലത്തെ പറ്റി പറയുന്നത് ഭക്തികേടിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിന്ന ജനുഷ്യനെയാണ് ദൈവം പ്രളയത്തിലൂടെ നശിപ്പിച്ചത്. ഭക്തികേട്. എന്താ ഭക്തികേടെന്ന് പറഞ്ഞാൽ? ഭക്തിയെ കേടാക്കുന്നവനാണ്. അങ്ങനെയാണോ? അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഭക്തിയെ കേടാക്കുന്നവൻ. എന്താണ് ഈ ഭക്തി എന്ന് ചോദിച്ചപ്പോൾ ഒരു സഹോദരൻ നൽകിയ ഉത്തരമാണ്, ഹൈന്ദവ സഹോദരൻ നൽകിയ ഉത്തരമാണ്. അദ്ദേഹം പറഞ്ഞു, ഭക്തൻ ഭഗവാനിൽ ലയിക്കുന്നതാണ് ഭക്തി. ഭക്തൻ ഭഗവാനിൽ ലയിക്കുന്നതാണ് ഭക്തി. ഇൻ ക്രൈസ്റ്റ് എന്ന് നമ്മൾ പൗലോസ്ലീഹായുടെ ഭാഷയിൽ പറയും. ക്രിസ്തുവിൽ ആയിത്തീരുന്നിടത്ത് ഭക്തി ഉളവാകുകയാണ്. അവിടെ ഭക്തനും വേണം, ഭഗവാനും വേണം. ദൈവം മാത്രം നിന്നാൽ ഭക്തി വരത്തില്ല, ഭക്തൻ മാത്രം നിന്നാലും ഭക്തി വരത്തില്ല. ഇത് രണ്ടും കൂടി സമന്വയിക്കണം. ഇത് രണ്ടും കൂടി ചേരുന്നിടത്താണ് ഭക്തി ഉണ്ടാകുന്നത്. എന്നാൽ ഇത് രണ്ടും കൂടി ചേരാതൊരു സമയമുണ്ടായിരുന്നു, പുരാതന ലോകം. അവിടെ ദൈവം അവരെ നശിപ്പിക്കുകയാണ്. നോഹയും അവൻ്റെ കുടുംബവും മാത്രം രക്ഷപ്പെടുകയാണ്. ഭക്തികേട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തെ മറന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഭയമില്ലാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഭാവത്തെ മാറ്റേണ്ട സമയമാണ് നോമ്പ്. അവസാനം പറയുകയാണ്, സോദോം ഗോമോറ ജനം. എന്താണ് അവരുടെ പ്രശ്നം? നീതിമാനായ മനുഷ്യനെ വലച്ച സമൂഹമാണ്. മ്ലേച്ഛത പ്രവർത്തിച്ച് നീതിമാനായ മനുഷ്യനെ വലച്ച മനുഷ്യർ ഉള്ള സമൂഹമാണ് സോദോം ഗോമോറ. ആരെങ്കിലും എവിടെയെങ്കിലും ഈ ലോകത്തിൽ നീതി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വലയ്ക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ദൈവം ആദരിക്കുവാൻ കൂട്ടാക്കിയില്ല നമ്മളെ. ഇങ്ങനെ ദൈവം ആദരിക്കുവാൻ താല്പര്യം കാട്ടാത്ത കുറേ ലിസ്റ്റുകളുണ്ടെങ്കിലും വേദപുസ്തകത്തിൽ ദൈവം ആദരിച്ച കുറേ ആളുകളെ കാണുന്നുണ്ട്. യേശുക്രിസ്തു പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് അവരുടെ വാക്കുകളെ പറ്റിയും അവരുടെ പ്രവർത്തനത്തെ പറ്റിയും. ഇതിലൊന്ന്, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവൻ ആരുമില്ല. ആരാണത്? യോഹന്നാൻ സ്നാപകനാണ്. ഒരു വലിയ കമൻ്റായിട്ട് നമ്മൾ കാണണം, ഒരു അംഗീകാരത്തിൻ്റെ വാക്കുകൾ. സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. യോഹന്നാന് കൊടുത്ത, യേശുക്രിസ്തു കൊടുത്ത ഒരു ആദരവിൻ്റെ വാക്കുകളാണ്. പിന്നെ ഒരു മനുഷ്യനോട് പറയുകയാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടതയില്ല. ആദരവിൻ്റെ വാക്കുകളാണ്. സാക്ഷാൽ ഇസ്രായേലിൻ ആരാണത്? നഥാനിയേലിനെയാണ് വിളിക്കുന്നത്. അർത്ഥങ്ങൾ ഒത്തിരിയുണ്ട് അതിന്. പിന്നെ ഇന്ന് നാം കണ്ട ഒരു കരഞ്ഞ് കണ്ണുനീര് പിടിച്ച ഒരു സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. മകൾക്ക് വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടി, മറ്റൊരാളുടെ സൗഖ്യത്തിന് വേണ്ടി, ഞാനല്ലാത്ത മറ്റൊരു വ്യക്തിക്ക് വേണ്ടി കരഞ്ഞ് കണ്ണുനീര് പിടിച്ച സ്ത്രീയെ തമ്പുരാൻ വിളിച്ചു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തുന്ന കുറേയേറെ വ്യക്തികളുണ്ട്. അന്നേരം ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഇതിൻ്റെ 18-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ ഒരു പാപിയായ മനുഷ്യന് പറുദീസ തുറന്നു കൊടുക്കുന്ന ഒരു അനുഭവത്തെ പറ്റിയാണ്. പാപിയായൊരു മനുഷ്യനെ ദൈവം ആദരിച്ച് അവന് പറുദീസായുടെ വാതിൽ തുറന്നു കൊടുത്ത് ഇനി മേലാൽ നീ പാപത്തിലേക്ക് പോവുകയില്ല എന്ന് അവനെ നീതീകരിച്ച് ഭവനത്തിലേക്ക് വിടുന്ന കാഴ്ചയാണ്. നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള വേദഭാഗം. 9 മുതൽ അതിൻ്റെ 14 വരെയുള്ള വേദഭാഗമാണ്. സുപരിചിതമെന്ന് ഞാൻ പറഞ്ഞത് കാരണം ഏത് കുഞ്ഞിനോട് ചോദിച്ചാലും പറയാൻ പറ്റുന്ന വേദഭാഗമാണ്. 2 പേര് പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി. അറിയാമല്ലോ, ഇതൊക്കെ അറിയാൻ വെച്ചാ എത്രയോ കേട്ടിരിക്കുന്ന ഈ വാക്കുകൾ. ചുങ്കക്കാരനുമാണ്, പിന്നാര് ആ പരീശനുമാണ്. 2 പേര് പോയി, 2 പേര് പ്രാർത്ഥിച്ചു, 2 പേര് തിരിച്ചു വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ പോകുന്നതിന് മുൻപ് ദൈവം പറയുന്നൊരു വാക്കുണ്ട്. 14-ാം വാക്യം ഇങ്ങനെയാണ്, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, മറ്റവനോ അങ്ങനെയല്ല.
അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, മറ്റവനോ അങ്ങനെയല്ല. ഈ വേദഭാഗത്തെ നമ്മൾ സുപരിചിതമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ പോലും ആഴമായിട്ട് ഈ വേദഭാഗത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ആദരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തി എടുക്കേണ്ട ഒരു സ്വഭാവ സവിശേഷതയെ അവിടെ ഇങ്ങനെ വ്യക്തമായിട്ട് തെളിഞ്ഞു നിൽക്കുകയാണ്. ഈ നോമ്പിൽ ദൈവം നമ്മളെ ആദരിക്കുന്നുവെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് മനസ്സിരുത്തി ഈ വേദഭാഗങ്ങളെ ധ്യാനിക്കുക. രണ്ട് തരത്തിലുള്ള മനുഷ്യർ, രണ്ട് തരത്തിലുള്ള പ്രാർത്ഥന, രണ്ട് തരത്തിലുള്ള പ്രതിഫലം. 2 types of people, 2 types of prayer, 2 types of profit. ഈ 3 കാര്യങ്ങൾ ഈ വേദഭാഗത്തിൽ ഒടുങ്ങിയിരിപ്പുണ്ട്. രണ്ട് തരത്തിലുള്ള മനുഷ്യർ ഈ പ്രാർത്ഥനയ്ക്ക് സംബന്ധിപ്പാൻ കടന്നു വരികയാണ് ഈ ദേവാലയത്തിലേക്ക്. അവിടെ ദേവാലയ പ്രവേശനം വളരെ ഏറെ ആഗ്രഹിച്ചാണ് പള്ളിയിലേക്ക് അവർ വരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി വേറെ എങ്ങും പോയില്ല, പള്ളിയിൽ തന്നെ വന്നു. പള്ളിയിൽ കയറി ഒരുത്തൻ മുൻപിൽ നിന്നു, ഒരുത്തൻ പുറകിൽ നിന്നു. രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു. മുൻപിൽ നിന്നവൻ പ്രാർത്ഥിക്കുകയാണ്, എന്താണ്? ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ദാനധർമ്മം കൊടുക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവരെ കരുതുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നിൽക്കുന്ന ഈ പാപിയായ മനുഷ്യനെ പോലെ ഞാനല്ലാത്തതിനാൽ നീ എന്നെ അങ്ങ് പറുദീസായിലേക്ക് കയറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മൾ പാപി എന്ന് വിളിച്ച ചുങ്കക്കാരനായ മനുഷ്യൻ പുറകിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്നൊറ്റ ലൈനിലൊരു പ്രാർത്ഥന. ഇതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള പ്രതിഫലം ലഭിച്ചു എന്നാണ് പറഞ്ഞത്. ഒരുത്തന് നീതി ലഭിച്ചു, മറ്റൊരുവന് നീതി ലഭിച്ചില്ല. ഒരുത്തവന് സ്വർഗത്തിൻ്റെ വാതിൽ ദൈവം തുറന്നു കൊടുത്തു, മറ്റവന് വാതിൽ തുറന്നു കൊടുത്തില്ല. വ്യക്തമായ ഉത്തരബോധ്യം നമുക്കിനകത്തുണ്ട്. ഈ മനുഷ്യരുടെ പ്രാർത്ഥനകളിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്തായിരുന്നു? നമ്മളൊക്കെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥന എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. വാട്ട് ഈസ് പ്രേയർ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എന്താണ് പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയെപ്പറ്റി അനുഭവങ്ങൾ ഞങ്ങൾ പറയാൻ വെച്ചാൽ, പക്ഷെ എന്താണ് പ്രാർത്ഥന എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, അല്ലയോ? പ്രാർത്ഥനയെപ്പറ്റി 100 വാക്കുണ്ട്, ഒത്തിരി എഴുതാം നമുക്ക്. എനിക്ക് പ്രാർത്ഥിച്ച് ലഭിച്ച അനുഗ്രഹ അനുഭവങ്ങളെപ്പറ്റി ഞാൻ വാതോരാതെ സംസാരിക്കാം. ബട്ട് വാട്ട് ഈസ് പ്രയർ? എന്താണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന? ശരിക്കും ദിവസവും നമ്മൾ ഒന്ന് പരിധി നോക്കിക്കഴിഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ സ്വഭാവത്തെ പലപ്പോഴും നമ്മൾ അവരെ ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ വിശ്വാസരാഹിത്യമില്ലാത്തവർ എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ ഒന്ന് മാറ്റി നിർത്തുമ്പോഴും അവിടെ നല്ല സ്വഭാവങ്ങളിൽ ഒന്ന് യേശുവിൻ്റെ അടുത്ത് എന്ന് അവർ ചോദിച്ച ചില കാര്യങ്ങളാണ്. യേശുവേ, ഞങ്ങളെ മരിച്ചു കിടന്ന മനുഷ്യരെ ഉയർപ്പിക്കാൻ പഠിപ്പിക്കണമേ, വെള്ളത്തിലൂടെ നടക്കാൻ പഠിപ്പിക്കണമേ, രോഗികളെ സൗഖ്യമാക്കാൻ പഠിപ്പിക്കണമേ എന്നാണോ യേശുവിനോട് ഈ ശിഷ്യന്മാർ ചെന്ന് ചോദിച്ചത്? ഒറ്റ കാര്യമേ അവർ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് ചെന്ന് ചോദിച്ചിട്ടുള്ളൂ. എന്താണ്? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എന്ത് നല്ല ചോദ്യമാണല്ലയോ? എന്ത് നല്ല ചോദ്യം! എത്ര പേർക്ക് ഈ ചോദ്യം ചോദിക്കാൻ പറ്റും? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ കർത്താവേ ഈ നോമ്പിൽ. ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞ തമ്പുരാൻ്റെ പ്രാർത്ഥന പിറവിയെടുത്ത സ്ഥലം. യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചത് ജീസസ് പ്രേയർ വിത്ത് പാഷൻ എന്നാണ് പറഞ്ഞത്. അഭിനിവേശത്തോടു കൂടിയാണ് പ്രാർത്ഥനയെ ക്രിസ്തു സമീപിച്ചത്. വെറുതെ നേരം പോക്കിന് വേണ്ടിയോ ആളുകളെ കാണിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനാനുഭവമല്ല ക്രിസ്തുവിന്. നിർജ്ജന പ്രദേശത്ത്, മരുഭൂമിയിൽ, തോട്ടത്തിൽ, ആളില്ലാത്ത സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയാണ്, ബലം നേടുകയാണ്. ആരെയും കാണിക്കുവാനുള്ള പ്രാർത്ഥനയല്ല ക്രിസ്തുവിനുണ്ടായിരുന്നത്, മറിച്ച് ആത്മബലം നേടുവാനുള്ള പ്രാർത്ഥനയായിരുന്നു ക്രിസ്തുവിനുണ്ടായിരുന്നത്. ഈ പരിശുദ്ധ നോമ്പിൽ നമുക്കറിയാം, മോശയും ഏലിയാവും 40 ദീപം നോമ്പെടുത്തു, നമ്മുടെ കർത്താവും നോറ്റു, ആകൾക്കർസായി ജയിച്ചു എന്ന് പറഞ്ഞത്. നോമ്പിൽ 40 ദിവസം നോമ്പ് നോറ്റ വ്യക്തികളെ വ്യക്തമായിട്ട് വരച്ചു കാണിക്കുകയാണ്. മോശയും ഏലിയാവും നമ്മുടെ കർത്താവും പിന്നെ ഒരു കൂട്ടരുമുണ്ട്, ഈ നിനവാക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ അവർ 40 ദിവസം നോമ്പെടുത്താൻ പറഞ്ഞു. ഇവരൊക്കെ ഈ നോമ്പ് നോറ്റപ്പോൾ അവർക്ക് കിട്ടിയ ബലം എന്താണെന്നറിയാമോ? മോശയ്ക്ക് നോമ്പ് കഴിഞ്ഞപ്പോൾ കിട്ടിയത് എന്താണ്? 10 കൽപ്പനകൾ അടങ്ങുന്ന കൽപ്പലക അവൻ്റെ കയ്യിൽ കൊടുത്തു.
നിയമങ്ങളും ഉപദേശങ്ങളും പ്രബോധങ്ങളും ധാർമ്മിക മൂല്യങ്ങളും അടങ്ങുന്ന ദൈവത്തിൻ്റെ ന്യായപ്രമാണം കയ്യിൽ വഹിക്കുവാൻ മോശയെ ദൈവം ബലപ്പെടുത്തി. ഈ 40 ദിവസം കൊണ്ട് അവൻ്റെ പ്രാർത്ഥനയിലൂടെ എടുത്തപ്പോൾ മോശയുടെ കരം ബലപ്പെടുത്തി ദൈവം പ്രാർത്ഥിച്ചപ്പോൾ, ഇനി നോക്കിക്കേ, ഏലിയാവിലേക്ക് കടന്നു വന്നേ, കിടന്നുപോയി, ക്ഷീണിച്ചുപോയി. ക്ഷീണം മാറ്റുവാൻ തമ്പുരാൻ അവന് ഭക്ഷണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ദൂരയാത്ര ചെയ്യേണ്ടവനാണ്, ഇവിടെ കിടന്നിങ്ങനെ കിടന്നുറങ്ങേണ്ടവനല്ല. ആലസ്യത്തോടെ, മുമ്പ് പറഞ്ഞു ലതർജി, ആലസ്യത്തോടെ ഗാഠനിദ്രയിൽ കിടക്കേണ്ട മനുഷ്യനല്ല ഒരു ക്രിസ്ത്യാനി. ഉണർത്തെഴുന്നേറ്റ് യാത്ര ചെയ്യണം. അവൻ്റെ കാലുകൾക്ക് ദൈവം ബലം കൊടുത്തു. ഹോരേബ് പർവ്വതം വരെ യാത്ര ചെയ്യുവാൻ തളർന്നിരുന്ന കാലിന് ബലം കൊടുത്തു. അവൻ പ്രാർത്ഥിച്ചു നടന്നു എന്നാണ് പറയുന്നത്. യേശു തമ്പുരാനെ നോക്കിക്കേ, 40 ദിവസം മരുഭൂമിയിൽ തമ്പുരാൻ ഇരുന്ന് വെറുതെ സംസാരിച്ചു എന്നല്ല, പ്രാർത്ഥിച്ച് ബലം നേടി, ആത്മബലം. ഇനി ഇറങ്ങാൻ പോകുന്നത് വലിയ പരീക്ഷണത്തിലേക്കാണ്. ഇനി ഇറങ്ങാൻ പോകുന്നത് കഷ്ട അനുഭവത്തിലേക്കാണ്. ഇനി ഇറങ്ങാൻ പോകുന്നത് മരണ ദുഃഖത്തിലേക്കാണ് എന്നുള്ള ബോധ്യത്തിൽ നോമ്പിൽ നേടിയെടുത്തത് ആത്മബലമാണ്. നോമ്പ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവുക വെളിയിലോട്ട്. നേടിയെടുത്തോണം ഈ ബലമൊക്കെ, ഇല്ലെങ്കിൽ തളർന്നു പോകും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒരു കൊച്ചു കുഞ്ഞിന് വരെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളിൽ നിന്ന് ആത്മഹത്യ ചെയ്ത് കൂടുവരികയാണ്, കാണുകയാണ്. എത്രമാത്രം അസഹനീയമായി സഹിക്കാൻ പറ്റാത്ത കഥകളാണ്, കാര്യങ്ങളാണ് നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ആത്മഹത്യ വക്കിലെത്തിയാൽ ആത്മബലമില്ല. ആത്മാവിന് ബലം കൊടുക്കുവാൻ പഠിപ്പിച്ചെടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ. പ്രാർത്ഥിച്ച് കാണിച്ചു കൊടുക്കണം. എന്താണ് പ്രാർത്ഥനയെന്ന് എഴുതി ഡെഫിനിഷൻ അല്ല പഠിപ്പിക്കേണ്ടത്. കണ്ണുനീര് പൊഴിച്ച് രാത്രിയാമങ്ങളിൽ നിൻ്റെ അപ്പനും അമ്മയും കരയുന്നത് ഒരു കുഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അവൻ നഷ്ടപ്പെടത്തില്ല. അല്ലാതെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഞാനും നിങ്ങളും കാണിച്ചു കൊടുക്കണം. യേശു തമ്പുരാൻ ബലം നേടി. ഇനി നോക്കിക്കേ, നിരുവാക്കാരൻ നേടിയ ബലം എന്താണെന്നറിയോ? പൂർണ്ണ രക്ഷയിലേക്കുള്ള ബലം അവർ നേടിയെടുത്തത്. പൂർണ്ണ രക്ഷയുടെ ബലം. നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും, ഇല്ലാതാകും എന്ന് പറഞ്ഞെടുത്ത് തന്നെ വീണ്ടും ഒരു തളിര് അവിടെ നിന്ന് രൂപപ്പെടുകയാണ്. പൂർണ്ണ രക്ഷയിലേക്കുള്ള ബലം. പ്രാർത്ഥനയ്ക്ക് അത്ര ബലവും ശക്തിയുണ്ട് എന്നത് ഓർത്തോണം. അതുകൊണ്ട് ഇവിടെ നമ്മൾ കടന്നു വരുമ്പോൾ ഒരു ചെറിയ പ്രാർത്ഥനയാണ്. കർത്താവേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ എന്തുകൊണ്ട് യേശു തമ്പുരാൻ ഈ പാപിയായ മനുഷ്യന് പറുദീസ കൊടുത്തു എന്നതിൻ്റെ രണ്ട് ഉത്തരങ്ങൾ ഇതിലൂടെ ഒന്ന് മനസ്സിലാക്കി വാക്കുകൾ അവസാനിപ്പിച്ചോളാം. ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്കിടെ ആദ്യത്തെ ഒരു തലമെന്ന് പറയും, നമുക്കറിയാം കൊറിയലായിസോൻ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ മലയാളമാണിത്. കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ. കാരണം ഞാൻ കരുണ അർഹിക്കാത്ത മനുഷ്യനായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ദൈവത്തോട് യാചിച്ചു കൊണ്ടിരിക്കുന്നത്. അർഹതയില്ലാത്ത മനുഷ്യൻ ആണ് എന്നുള്ള ബോധ്യബോധ വിചാരം. ഈ ചുങ്കക്കാരനായ മനുഷ്യൻ പാപത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയി എന്ന് സമൂഹം അവനെ മുദ്ര കുത്തിയിട്ടുണ്ട്. ഇല്ലേ? ചുങ്കക്കാരൊക്കെ പാപികളാണെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞു. പരീശന്മാരും സാധുക്യരൊക്കെയാണ് ഏറ്റവും വലിയ വിശുദ്ധരെന്നൊക്കെ പറഞ്ഞ് സമൂഹം ഇങ്ങനെ വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന 2 കൂട്ട സമൂഹത്തിൻ്റെ പ്രതിനിധികളിൽ ഒന്നാണ് ഈ ചുങ്കക്കാരൻ. ശവൻ വന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ഈ ഒറ്റ പ്രാർത്ഥനയിൽ, ഒരു പ്രാർത്ഥനയ്ക്കുള്ളിൽ അടങ്ങിയിരിക്കേണ്ട കൂട്ടുകളൊക്കെ നേരാവണ്ണം സമാസമം ചേർന്ന് അത് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന താക്കോലായി രൂപപ്പെടുത്തുവാൻ ഈ പാപിയായ മനുഷ്യന് സാധിച്ചു എന്നത് അവൻ്റെ ജീവിതത്തിലെ ഭാഗ്യമായി കാണുകയാണ്. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന താക്കോലാക്കി മാറ്റുവാൻ ഇവൻ്റെ ഈ ചെറിയ പ്രാർത്ഥനയ്ക്ക് സാധിച്ചതിന് കാരണം എന്താണെന്നറിയാമോ? നമുക്കറിയാം, ഈ കൂട്ട് എന്ന് പറയുന്നൊരു വാക്കുണ്ട്, കൂട്ട്. കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ എന്തു പറയും? ആരാണ് നിങ്ങളുടെ കൂട്ടുകാരൻ? ഒരിക്കലൊരു ഗുരു ശിഷ്യനും സംവാദിക്കുകയാണ്. അപ്പം ഗുരുവിനോട് ഈ ശിഷ്യൻ ചെന്ന് പറഞ്ഞു, ഗുരു, എന്നെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പണ്ട് ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ഗുരുവിൻ്റെ ശിഷ്യനാണ്, ഞാനിപ്പം ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുകയാണ്, എന്നെ അറിയാമെന്ന് ചോദിച്ചു. അപ്പം ഗുരു പറഞ്ഞു, നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് ആദ്യം പറ, അപ്പോൾ ഞാൻ പറയാം നീ ആരാണെന്ന്. ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്നത് അവൻ്റെ കൂട്ടിലൂടെയാണ്. ആരാണ് അവൻ്റെ കൂട്ട്? ആരാണ് അവനിൽ ഉളവായിരിക്കുന്ന ചേരുവകൾ ഏതാണ്? ഇത് സമാസമം നേരാമണ്ണം നല്ല കൂട്ടല്ലെങ്കിൽ ഏത് കാര്യമായാലും അത് വിപരീത ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് നമ്മുടെ ഔഷധങ്ങളുടെ കൂട്ടറിയാം. നമുക്ക് ചില ഔഷധങ്ങൾ, ചില മരുന്നുകൾ, ചില ക്യാപ്സൂളുകൾ കഴിച്ചു കഴിഞ്ഞാൽ
ദേഹത്ത് അലർജി വരും. കാരണം എന്താ? അതിൻ്റെ അകത്തെ കൂട്ടുകൾ നേരാവണ്ണം ആയിരിക്കുകയില്ല, അല്ലയോ? അതൊരു ഫോൾസ് മെഡിസിൻ ആയിരുന്നിരിക്കാം, കൂട്ട് തെറ്റിപ്പോയി എന്ന് പറയുന്നത് പോലെ പ്രാർത്ഥനയ്ക്കും ഒരു കൂട്ടമുണ്ട് എന്നത് വ്യക്തമാണ്, ബോധ്യമാണ്. നമ്മൾ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, അറിഞ്ഞ് പ്രാർത്ഥിക്കണം. യേശു തമ്പുരാൻ ഞാൻ പറഞ്ഞു, ജീസസ് പ്രേഡ് വിത്ത് പാഷൻ. പ്രാർത്ഥന എന്താണെന്നും ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണെന്നും ആ പ്രാർത്ഥനയിലൂടെ ലഭിക്കേണ്ട അനുഗ്രഹം എന്താണെന്നും അറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. 3 കൂട്ടുകൾ ഈ മനുഷ്യൻ ചുരുങ്ങിയ സമയം കൊണ്ട് ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത് നമുക്ക് തന്നു. വലിയ വേദശാസ്ത്രവും ഒന്നുമല്ല പറയുന്നത്. 3 സിമ്പിളായിട്ടുള്ള വാക്കുകൾ. 1 ആത്മാർത്ഥത, 2 അനുതാപം, 3 2 തുള്ളി കണ്ണുനീര്. ചെറിയ കൂട്ടുകളാണ്, പക്ഷേ ആ കൂട്ടുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവമൂല്യങ്ങൾ കണ്ട് അറിഞ്ഞാണ് ഈ മനുഷ്യൻ അറിയാതെ നിന്ന് പ്രാർത്ഥിച്ചു. ആത്മാർത്ഥമായിട്ട് ദൈവത്തെ വിളിച്ചു, അനുതാപത്തോടെ ദൈവത്തെ വിളിച്ചു, കണ്ണുനീര് പൊഴിച്ച് ദൈവം തമ്പുരാനെ വിളിച്ച് അവൻ പ്രാർത്ഥിച്ചു. അവിടെ കൂട്ട് നേരെയാവുകയാണ്. ആത്മാർത്ഥതയുടെ ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? സിൻസിയറിറ്റി എന്നല്ലയോ? സിൻസിയറിറ്റി. ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പലരോടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലയോ? ഐ ലവ് യു സിൻസിയർലി എന്നൊക്കെ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വാക്കുകൾ ഇങ്ങനെ അങ്ങ് ഉപയോഗിക്കുകയാണ്, തട്ടിവിടുകയാണ് നമ്മുടെ വാക്കുകൾക്ക് പഞ്ഞമൊന്നുമില്ല. പക്ഷേ സ്നേഹത്തിനുള്ളിലെ സത്യം അറിഞ്ഞ് വേണം നമ്മൾ സംസാരിക്കുവാൻ. സിൻസിയർ എന്ന വാക്ക് ലാറ്റിൻ വാക്കാണ്. സിൻ സൈറ എന്ന 2 വാക്കിൽ നിന്ന് വന്നതാണ്. എൻ്റെ അർത്ഥം വിത്തൗട്ട് വാക്സ് എന്നാണ്, മെഴുകില്ലാത്തതെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. റോമൻ കാലഘട്ടത്തിൽ അവരുടെ ഒരു വലിയൊരു ഒരു ഹോബിയായിരുന്നു ശില്പങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. നല്ല ശില്പങ്ങൾ ഇങ്ങനെ തടിയിലും മരത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു വലിയ വിപണനം റോമൻ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഇങ്ങനെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം ഈ ശില്പി അതിനെ നോക്കുമ്പോൾ എവിടെയെങ്കിലും ചെറിയൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ, അതിന് മൂക്കൊന്ന് ചരിഞ്ഞിരുന്നാൽ, ആ ശില്പത്തിൻ്റെ ചെവി ഒന്ന് വളഞ്ഞിരുന്നാൽ, അവർ ചെയ്യുന്ന ഒരു നുറുക്കുപണിയുണ്ട്. മെഴുകെടുത്തിട്ട് അതൊന്ന് തടിയേലെടുത്ത് മെഴുകെടുത്ത് വെച്ച് കളിപ്പിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതറിയാവുന്ന മേടിക്കാൻ വരുന്ന ഈ ആളുകളുണ്ടല്ലോ, കൺസ്യൂമേഴ്സ്, അവർ വന്നിട്ട് ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ പ്രതിമ എടുത്ത് വെയിലത്ത് കൊണ്ട് അങ്ങോട്ട് വെക്കും. എവിടെയെങ്കിലും മെഴുക് ചേർത്ത് വെച്ച് കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഴുക് ഉരുകിപ്പോകും. വേറെ ഒരെണ്ണം ഉണ്ടാക്കി താടാന്ന് പറയാൻ പറ്റും, വിത്തൗട്ട് വാക്സ്. എന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളെ കളിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒന്ന് മെഴുക് ചേർത്ത് വെച്ച് കളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കപടതയാണത്, സിൻസിയറിറ്റി ഇല്ലാത്തതാണ്. എന്നാൽ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ വിളിക്കുക എന്ന് പറഞ്ഞാൽ കപടതയില്ലാത്ത ആത്മാവിൽ നിന്ന് ദൈവത്തെ വിളിക്കണം, കപടതയില്ലാത്ത അധരത്തിൽ നിന്ന് ദൈവത്തെ വിളിക്കണം. 2 സങ്കീർത്തനങ്ങൾ ശ്രദ്ധേയമാണ്, പ്രത്യേകിച്ച് ഇതിനോട് ചേർത്ത് വെക്കണം. 32-ന്റെ 2-ഉം 17-ന്റെ 1-ഉം ഞാൻ പറഞ്ഞ 2 വാക്കുകൾ അവിടെ ശ്രദ്ധേയമാണ്. ആത്മാവിൽ കപടമില്ലാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. 2 കപടതയില്ലാത്ത അധരത്തിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2ഉം കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം, എനിക്ക് ആത്മാർത്ഥതയുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ ഈ 2 കാര്യം ചേർത്താൽ മതി. 1, അധരത്തെ നോക്കണം, ആത്മാവിനെ നോക്കണം. ഈ 2 കാര്യങ്ങളിലും കള്ളത്തരയില്ലെങ്കിൽ, ഒളിച്ചു വെക്കലൊന്നും ഇല്ലെങ്കിൽ, പൊയ്മുഖങ്ങളില്ലെങ്കിൽ, അധരത്തിലും ആത്മാവിലും കപടതയില്ലാത്ത മനുഷ്യൻ ആത്മാർത്ഥത ഉള്ളവരെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞു, നഥാനിയേൽ എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി ഞാൻ പറഞ്ഞു. അവൻ നടന്നു വരികയാണ്. ഫിലിപ്പോസൊക്കെ പറഞ്ഞു, അല്ലയോ എടാ ദാണ്ട് ഒരു മനുഷ്യൻ, ന്യായപ്രമാണത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന വലിയൊരു മനുഷ്യൻ, യേശു എന്നൊക്കെ അവൻ്റെ പേര്, ഞാൻ കണ്ടു, നീ കാണണോ? നിനക്ക് കാണണോ? നീ പോയി കാണണ്ട എന്നൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു, ഏയ് നസറയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഞാൻ അറിഞ്ഞ ന്യായപ്രമാണത്തെ അരച്ച് കലക്കി കുടിച്ച് പഠിച്ച് പ്രസംഗിക്കുന്ന ഈ നഥാനിയേലിനാണോ പറയുന്നത് നസറയത്തിൽ നിന്ന് ദാണ്ടൊരു നന്മ മരം പുറപ്പെടുവോന്ന്? അതൊന്നും എനിക്ക് വിഷയമൊന്നുമില്ല. പക്ഷേ കൂട്ടുകാരൻ്റെ വാക്ക് കേട്ടു. ആ കേട്ട വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നപ്പോഴാണ് യേശുവിൻ്റെ വാക്ക് പിറന്നത്. എന്താ പറഞ്ഞത്? ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടതയില്ല, ആത്മാർത്ഥതയുള്ള മനുഷ്യൻ എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവനെ ക്രിസ്തു ആത്മാർത്ഥത പരിശോധിച്ചു എന്ന് ചോദിച്ചാൽ, എങ്ങനെ പരിശോധിച്ചു എന്ന് ചോദിച്ചാൽ അതിനകത്ത് 3 ഉത്തരങ്ങളുണ്ട് നമുക്ക്.
നിങ്ങൾ ഇന്ന് വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നതുകൊണ്ടോ എനിക്ക് ആത്മാർത്ഥത ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശു അവൻ്റെ 3 കാലഘട്ടങ്ങളെ പരിശോധിച്ച് പഠിച്ച് പറഞ്ഞത്, നഥാനിയേലേ, നീ അത്തിയുടെ ചൂട്ടിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടായിരുന്നടാ. നീ അവിടെ എന്നെ എടുക്കുമായിരുന്നു, എന്നെ എടുക്കുമായിരുന്നു. നീ അവിടെ ഇരുന്ന് വേദപ്രമാണം പഠിക്കുന്നൊക്കെ ഞാൻ കണ്ടു. നിന്റെ കഴിഞ്ഞകാല ജീവിതം, നിന്റെ ഭൂതകാലത്തിൽ നീ ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പം പറയുന്നത്, നീ കപടതയില്ലാത്തവൻ. ഭൂതകാലം മാത്രം നോക്കിയാൽ പോരാ, വർത്തമാനകാലം നോക്കിക്കേ. ഫിലിപ്പോസ് പറഞ്ഞ വഴിക്ക് നീ നിന്റെ വഴിക്ക് പോയിരുന്നെങ്കിൽ എനിക്കിന്ന് നിന്നെ പ്രശംസിക്കാൻ പറ്റത്തില്ല. നീ തിരിച്ചു വന്നു, എൻ്റെ അടുക്കലെത്തി. നീ അന്ന് പഠിച്ച ഭൂതകാലത്തിൽ ആരെ അന്വേഷിച്ചോ ആ മനുഷ്യൻ്റെ അടുത്ത് നീ ഇപ്പോൾ വന്നെത്തി. നിനക്ക് പല വഴികളിൽ പോകാമായിരുന്നു, നിന്റെ പഴയ വഴിയിൽ തിരിഞ്ഞ് നിനക്ക് പോകാമായിരുന്നു. പക്ഷേ എങ്ങും നീ പോയില്ല. നിന്റെ വർത്തമാനകാലവും ശുഭമാണ്. ഈ ഭാവി കാലം നോക്കിക്കേ. എന്താ, നീ ഒരു കാര്യം കാണുമെന്നാണ് പറഞ്ഞത്. സ്വർഗം തുറന്നിരിക്കുന്നതും മാലാഖമാർ കയറുന്നതും ഇറങ്ങുന്നതും കാണും. പണ്ട് യാക്കോബ് കണ്ടു. പക്ഷേ ഈ സാക്ഷാൽ ഇസ്രായേലിനാ, നീ വെറും ഇസ്രായേലിനല്ല. യേശു തമ്പുരാൻ പറയുന്ന വാക്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചില വിശേഷണങ്ങൾ കൊടുക്കുന്നുണ്ട് ചില മനുഷ്യർക്ക്, അല്ലയോ? വെറും ഇസ്രായേലിനല്ല പറഞ്ഞത്, സാക്ഷാൽ ഇസ്രായേലിൻ. ഇന്നത്തെ സ്ത്രീയെ, കനാനക്കാരി സ്ത്രീ യേശു പ്രശംസിച്ച വാക്കുകൾ ശ്രദ്ധിച്ചോണം. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത് നമ്മൾ വിട്ടുപോകും, വിശ്വാസത്തെ പിടിച്ച് നമ്മൾ പോകും. പക്ഷേ വലിയ വിശ്വാസം അത് നമുക്ക് വേണം. കുംഭസാരത്തെ നമ്മൾ പിടിച്ചു പോകും, അച്ഛൻ പറഞ്ഞു. പക്ഷെ സത്യകുംഭസാരം ഉണ്ടാകണം. ക്രിസ്ത്യാനിയെ പിടിച്ച് നമ്മൾ പോകും, പക്ഷെ സത്യക്രിസ്ത്യാനി ഉണ്ടാകണം. ഇന്ന് എല്ലാത്തിനും ഓപ്ഷനുകളാണ്, അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കുണ്ട്, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. പക്ഷെ അതിനോട് വിശേഷണങ്ങൾ ചേർത്ത് വെച്ച് മറ്റൊരു മനുഷ്യൻ നമ്മളെപ്പറ്റി പറയുന്ന വാക്കുകളാണ് കപടതയില്ലാത്ത അധരങ്ങളുള്ള നല്ല മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ 3 കാലഘട്ടത്തിലും ദൈവം കണ്ടത് അനുസരണവും ആത്മാർത്ഥതയുമാണ്. അതുകൊണ്ട് അവനെ വിളിച്ചു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിനും. ഞാൻ പറഞ്ഞ ആദ്യ കൂട്ട് ആത്മാർത്ഥതയാണ്. വിത്തൗട്ട് വാക്സ്, ഒരു മെഴുകും ചേർക്കാതെ ഞാനായിട്ട് നിന്നുകൊണ്ട് ദൈവത്തെ വിളിക്കുക. കപടതയില്ലാത്ത അധരത്തിൽ ഈ നോമ്പിൽ വിളിക്കുക. അനുതാപവും കണ്ണുനീരും നമ്മൾ ഇന്ന് കേൾക്കുന്ന 2 വാക്കുകളാണ്. അനുതാപത്തെ പറ്റി പറയുന്ന വാക്കിങ്ങനെയാണ്. അനുതാപം എന്താണ്? ഒരു വലിയ പെരുന്നാളാണ്. താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കണ്ണുനീര് എന്താണ്? അനുതാപത്തിൻ്റെ വലിയ പെരുന്നാൾ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പിതാക്കന്മാർ. ഏതൊക്കെ സമയത്ത് കണ്ണുനീര് പൊഴിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സങ്കടം വരുമ്പോഴും, ദുഃഖം വരുമ്പോഴും, വേദന വരുമ്പോഴും, മരണം വരുമ്പോഴും ഒഴുകുന്ന ദ്രാവകമായി കണ്ണുനീരിനെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിൻ്റെ നൽവരമായി അനുതാപത്തിൻ്റെയും പാപബോധ്യത്തിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് നിന്റെ ജീവിതത്തിൻ്റെ വലിയ പെരുന്നാളായിട്ട് മാറണമെന്ന് പിതാക്കന്മാർ പറയുകയാണ്, അല്ലയോ? കണ്ണുനീര് പൊഴിച്ച് പ്രാർത്ഥിക്കുന്ന സമയമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ എന്താണ്? പെരുന്നാളാണ്. കൊട്ടിഘോഷങ്ങളിലൂടെയും ലൈറ്റ് മേളങ്ങളിലൂടെയും ഒക്കെ പെരുന്നാളുകൾക്ക് അപ്പുറം കണ്ണുനീര് പൊഴിച്ച് ഒരു മനുഷ്യൻ എവിടെ പ്രാർത്ഥിക്കുന്നു, അതെല്ലാം അവൻ്റെ ജീവിതത്തിലെ പെരുന്നാൾ ദിവസങ്ങളാണെന്ന് ഓർത്തോണം. അതുകൊണ്ടാണ് അനുതാപവും കണ്ണുനീരും സമാസമം ചേർക്കണം നോമ്പുകളിൽ. നഷ്ടപ്പെട്ടു പോകരുത് ഈ പാരമ്പര്യങ്ങളൊന്നും. അനുതപിച്ച് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യണം കുംഭസാരങ്ങളിൽ. ഇതെല്ലാം പടിപടിയായിട്ട് എഴുതി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ പടിയും നമ്മൾ ചാടിക്കയറുകയാണ്. ഒരു പടി വിട്ട് അടുത്ത പടിയിലേക്ക് കയറുക. പെട്ടെന്ന് എത്തണം. എവിടാ? എങ്ങുമെത്തില്ല. എത്തണമെങ്കിൽ ഓരോ പടിയും സൂക്ഷ്മതയോടെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. പാപത്തിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ കരുണയ്ക്ക് വേണ്ടി കരയണം. ഒന്നാമത് കരയേണ്ട കാര്യമാണ് പറഞ്ഞത്. പാപത്തിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ കരുണയ്ക്ക് വേണ്ടി അങ്ങ് കരഞ്ഞു ദൈവസന്നിധിയിൽ, ദൈവം കേൾക്കും. രണ്ടാമത് പറയുന്നത് പാപത്തിൽ വീഴാതിരിപ്പാൻ നിങ്ങൾ കരയണമെന്നാണ് പറഞ്ഞത്. ആ കരച്ചിൽ ഞങ്ങൾ കരഞ്ഞിട്ടില്ല. കരഞ്ഞിട്ടുണ്ടോ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയും. കുമ്പസാരിച്ച് കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കുന്ന ആദ്യത്തെ നോട്ടം പാപത്തിലാകരുതേ, ആദ്യത്തെ ചിന്ത പാപത്തിലാകരുതേ, ആദ്യത്തെ പ്രവൃത്തി പാപമാകരുതേ. ആ ചിന്ത കൂടി മനസ്സിൽ വരണം. കുമ്പസാരിച്ചുകൊണ്ട് എല്ലാം തീർന്നെന്ന് വിചാരിക്കരുത്. അതിനുശേഷമുള്ള ജീവിതത്തിൽ പാപം കടന്നു വരരുതേ എന്ന് കണ്ണുനീര് പൊഴിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. അടുത്ത കാൽവെപ്പിനുള്ളിൽ നമ്മൾ കണ്ടെത്തുന്നത് എന്താണ്? ജീവിതത്തിൻ്റെ നൈർമല്യമാണോ പാപത്തിൻ്റെ ഫലമാണോ എന്നത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച്
ഇംഗ്ലീഷിലൊരു ചിത്രമുണ്ട്, ഒരു ഫ്രഞ്ച് സിനിമയാണ്, ഇത് മങ്ക് എന്ന് പറയുന്നൊരു സിനിമയാണ്. മങ്ക് എന്ത് വാക്കറിയോ? സന്യാസി എന്നാണ്. അതിനകത്ത് ഒരു അച്ഛൻ ഒരു കുമ്പസാരം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുമ്പസാരം ഇങ്ങനെ തകൃതിയായി നടക്കുന്നു. അനേകം ആളുകൾ വന്നിങ്ങനെ കുമ്പസാരിക്കുന്നു. എന്നിട്ട് അവസാനമായി കുമ്പസാരിക്കാൻ ആ ദേവാലയത്തിലെ ഒരു വ്യക്തി കടന്നു വന്നു. ആ വ്യക്തിയെപ്പറ്റി അതിനകത്ത് പറയുന്നത് ഒത്തിരി തെറ്റുകൾ ചെയ്തൊരു മനുഷ്യനാണ്, പാപത്തിൻ്റെ പല വഴികളിലൂടെ സഞ്ചരിച്ചൊരു മനുഷ്യനാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു കുറ്റബോധം വന്നിട്ട് അങ്ങോട്ട് ഏറ്റു പറയുകയാണ്. ഓരോന്ന് ഏറ്റു പറഞ്ഞു. അച്ഛനിങ്ങനെ അതിന് മറുപടിയും പ്രായശ്ചിത്തമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിടുകയാണ്. പറഞ്ഞ കൂട്ടത്തിൽ അച്ഛൻ പറഞ്ഞു, പ്രലോഭനത്തിലൊന്നും അകപ്പെടരുത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ബലപ്പെടുത്തുകയാണ്. അവസാനം പോകാൻ നേരം ഈ മനുഷ്യൻ അച്ഛനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. അച്ഛൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഈ പ്രലോഭനങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കണം, അതിജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ വരുമ്പോൾ അച്ഛൻ എന്നതാ ചെയ്യുന്നത്? അതുകൂടെ ഒന്ന് പറഞ്ഞു തന്ന് എന്നെ പറഞ്ഞു വിട്ടാട്ടെ. അതെല്ലാം പ്രിൻസ് അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ? അച്ഛൻ ഞങ്ങളിങ്ങനെ അങ്ങ് പറഞ്ഞു തരുമോ, നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത്? അത് അച്ഛൻ്റെ ജീവിതത്തിൽ ഈ സംഭവങ്ങൾ വരുമ്പോൾ അച്ഛൻ എന്താ ചെയ്തതെന്ന് ഏതെങ്കിലും അച്ഛന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഈ അച്ഛൻ പറഞ്ഞു കൊടുത്തു. സിനിമയിലാണെങ്കിൽ പോലും അച്ഛൻ പറഞ്ഞു. അച്ഛനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം, അവനെ ഒരു ലിമിറ്റ് കൽപ്പിച്ച് ഞാൻ നിർത്തും. ഈ പടിക്ക് അകത്ത് കയറാതിരിക്കാൻ ഞാനൊരു തടയണ സൃഷ്ടിച്ചു വെക്കുന്നുണ്ട്. അതിനപ്പുറത്ത് കടക്കുവാൻ ഒരു പാപത്തിനെ ഞാൻ അനുവദിക്കില്ല. ഞാൻ അനുവദിക്കാത്തിടത്തോളം ഒരു പാപവും എന്നെ ഭരിക്കത്തില്ല എന്ന് ആത്മവിശ്വാസത്തോട് പറഞ്ഞ ഒരച്ഛൻ്റെ കഥ. എത്ര പേർക്ക് പറയാൻ പറ്റും? നമ്മൾ അനുവദിച്ച് കൊടുക്കുന്നതുകൊണ്ടല്ലേ ഈ പാപം നമ്മളെ ഭരിക്കുന്നത്. വീണുപോയി എന്നൊക്കെ പറയും. എന്തുകൊണ്ട് ശ്രദ്ധിച്ച് നടന്നുകൂടാ? നോക്കി നടന്നുകൂടാ? തറയെ നോക്കി നടന്നുകൂടാ? മോളിൽ നോക്കി നടന്നുകൊണ്ടല്ലേ വീണ് പോയത്, തറയിലെ കല്ല് തട്ടി വീണത്? എന്തുകൊണ്ട് നോക്കി നടന്നുകൂടാ? വീഴ്ച അത് നമ്മൾ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ കുറ്റം കൊണ്ടാണ് നമ്മൾ വീഴുന്നത്. ഞാൻ അനുവദിക്കാത്തിടത്തോളം കാലം ഒരു പാപവും എന്നിൽ കടന്നു വരത്തില്ല. അതുകൊണ്ട് ഓർത്തോണം, ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത നമ്മുടെ കാൽവെപ്പ് പാപത്തിലാവാതിരിപ്പാൻ കണ്ണുനീര് പൊഴിച്ച് പ്രാർത്ഥിക്കുക. മൂന്നാമത് കരയേണ്ടത് വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ വേണ്ടി കരയണമെന്ന് കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ. സ്തൗമൻ കാലോസ് എന്നൊരു വാക്ക് നമുക്ക് സുപരിചിതമാണ്. ഈ വാക്കിൻ്റെ അർത്ഥം അറിയാമോ? നമ്മൾ വേദോത്സവത്തിൻ്റെ കുർബാനക്രമത്തിൻ്റെ പുറകിൽ അതിൻ്റെ അർത്ഥം കിടപ്പുണ്ട്. എന്താണ്? നല്ലവണ്ണം നിൽക്കണം. ഇനി അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാമോ? നല്ല വണ്ണം നിൽക്കണം. വണ്ണം, നല്ല കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മലയാള ഭാഷയുടെ ഒരു അപര്യാപ്തതയായിട്ട് മനസ്സിലാക്കിയാണ്. കാരണം ഇതിൻ്റെ മൂലഭാഷ ഗ്രീക്കാണ്. സ്തൗമൻ കാലോസ് എന്ന് വെച്ചാൽ ശരിക്കും എൻ്റെ അർത്ഥം എന്ന് പറയുമോ? സ്റ്റാൻഡ് വിത്ത് ദ ബ്യൂട്ടി ഓഫ് ഗോഡ്. ദൈവം തന്ന സൗന്ദര്യത്തോടു കൂടി നിൽക്കാൻ മനുഷ്യൻ അവിടെ പ്രേരിപ്പിക്കുകയാണ്. ദൈവം തന്ന ഒരു മനുഷ്യൻ, സ്വരൂപവും സാദൃശ്യവും നൽകി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ഒരു ഇടമുണ്ട്. ആ ഇടത്തിൽ ഇന്നും നീ നിൽക്കുന്നുണ്ടോ? നിൽക്കണമെന്ന് വിളിച്ചു പറയുകയാണ്. സ്തൗമൻ കാലോസ്. നമ്മൾ പറയുന്നു, അർത്ഥം അറിഞ്ഞിട്ടാണോ റിയലൈസം പറയുന്നത്? ഞാൻ നിൽക്കുന്നുണ്ട് അച്ഛാ, ഞാൻ നിൽക്കുന്നുണ്ട് ദൈവമേ എന്ന് ആത്മവിശ്വാസത്തോടെ ഏത് മനുഷ്യന് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധിയിൽ നിലനിൽക്കണമെന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ ഒഴിഞ്ഞിരിക്കുന്നത് പരിശുദ്ധ മോറോൻ കൊണ്ടാണ്. ഔഷധമാണ്. നിത്യജീവൻ്റെ ഔഷധത്തിലൂടെ നമ്മളെ ദൈവം മുദ്രയിട്ട ഒരു അനുഭവമുണ്ട്. വിശുദ്ധിയിൽ നമ്മളെ കുളിപ്പിച്ച, നമ്മളെ ഇങ്ങോട്ട് ഇറക്കി വിട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെയോ പാപത്തിൻ്റെ ഫലത്തിൽ, പാപത്തിൻ്റെ പരിണിത ഫലങ്ങളിൽ നമ്മളിങ്ങനെ ഊടാടി സഞ്ചരിച്ച് നമ്മളിങ്ങനെ മയങ്ങി ജീവിക്കുകയാണ്. തിരിച്ചു വരണം. നോമ്പ് അതിനു വേണ്ടിയൊക്കെയാണ്. വെറുതെ ഒരു അനുഷ്ഠാനമായി, ഒരു അനുകരണമായി പിതാക്കന്മാർ കാണിച്ചത് ഞങ്ങളും അനുകരിക്കുന്നു, ഞങ്ങളും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് നോമ്പിലൂടെ പോകുവാൻ ഉള്ളവരല്ല. അറിഞ്ഞു വേണം ഇതൊക്കെ നോക്കുവാൻ. ഇതൊക്കെയാണ് ഈ പാപത്തിൻ്റെ അവസ്ഥയിൽ നമ്മളെ രക്ഷിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഈ ചുങ്കക്കാരനായ മനുഷ്യൻ്റെ പ്രാർത്ഥനയെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ഇതൊക്കെ ചേർന്നിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രമാത്രം സമൂഹത്തെ തള്ളിക്കളഞ്ഞ, സമൂഹത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞപ്പെട്ട മനുഷ്യൻ, എല്ലാവരും കാണുമ്പോൾ പാപി 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 എന്ന് പറഞ്ഞ് വേർതിരിച്ചിരുന്ന മനുഷ്യൻ. എന്നാൽ ഇന്ന് തമ്പുരാന് പറുദീസ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനർത്ഥം എന്താണ്? പാപിക്കും പറുദീസ അന്യമല്ല എന്ന് തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരുടെ പ്രാർത്ഥന, ഇവരുടെ പാട്ടുകൾ, ഇവരെ പറ്റി നമ്മുടെ സദറാകളിൽ എടുത്ത് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ചുങ്കക്കാരൻ്റെയും
പാപിനിയായ സ്ത്രീയുടെയും വലത്ത് ഭാഗത്തെ കള്ളൻ്റെയും അനുതാപത്തെ കൈക്കൊണ്ട കർത്താവേ എന്നെന്തിനാണ് ഈ പാപികളെ എടുത്തു വെച്ചത്? പറുദീസ നേടിയെടുത്തത് കൊണ്ടാണ്. നഷ്ടപ്പെട്ട ജീവനല്ല, തോറ്റുപോയവരല്ല പാപികൾ. തിരിച്ചു വരുവാൻ അവരെ തമ്പുരാൻ പ്രേരിപ്പിച്ചപ്പോൾ തിരിച്ചു വരുവാൻ മനസ്സ് കാട്ടിയവരാണ് പറുദീസ നേടിയെടുത്തിട്ടുള്ളത്. ഒറ്റ നിമിഷത്തിൽ കൊണ്ടല്ലയോ വലത് ഭാഗത്തെ കള്ളൻ രക്ഷപ്പെട്ടത്? ഒരു നിമിഷത്തെ അനുതാപം, ആ അനുതാപം നമുക്ക് സാധ്യമാക്കണം. അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ ആദ്യതലം ഞാൻ പറഞ്ഞു, അതൊരു കൂട്ടിൻ്റെ അനുഭവമാണ്. ആത്മാർത്ഥതയും അനുതാപവും 2 തുള്ളി കണ്ണുനീരും സമാസമം ചേർന്ന് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ടാമത്, ഈ മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ ഒരു തലമായി നമ്മൾ കാണുന്നത്, ദേവാലയത്തിനുള്ളിൽ ഈ മനുഷ്യൻ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ അവനെപ്പറ്റി വിവരിച്ചിരിക്കുന്നത് ലൂക്കോസ് വളരെ ശ്രദ്ധയോടെ വിവരിച്ചിരിക്കുന്നത് ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തോട് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. 3 കാര്യങ്ങളാണ് ആ മനുഷ്യൻ ചെയ്തത്. ദേവാലയത്തിന് ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഒന്ന് ഈ സമയത്ത് വിശകലനം ചെയ്തോണേ. ദൂരത്ത് നിന്ന് സ്വർഗത്തിൽ പോലും നോക്കാൻ തുനിയാതെ മാറത്തടിച്ചു. സ്ലാഷ് ഇട്ട് വായിച്ച് പഠിച്ചോണത്. ദൂരെ നിന്നുകൊണ്ട് മനുഷ്യൻ്റെ പ്രാർത്ഥന. ദേവാലയത്തിനുള്ളിൽ നമ്മളിപ്പോൾ വന്നു, നമ്മൾ നിൽക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ സംസാരിക്കുന്നു. പക്ഷേ ഈ ദേവാലയത്തിനുള്ളിലുള്ള നമ്മളുടെ സംസാരത്തിനിടയിൽ, നമ്മുടെ നിൽപ്പിനിടയിൽ, നമ്മുടെ പ്രാർത്ഥനകൾക്കിടയിൽ രൂപപ്പെടേണ്ട ഒരു താളമുണ്ട്. വീണ്ടും ഒരു അച്ഛൻ്റെ കഥ പറയാം. അച്ഛനോട് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്നൊരു ഒരു വിശ്വാസി വന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആവശ്യമാണോ എന്ന് ചോദിച്ചു. ആവശ്യമാണോ? പ്രിൻസ് അച്ഛനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? അച്ഛനെടുത്തവായി പറയാം, ആവശ്യമാണോ? അപ്പോൾ എന്താ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കാം? അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ എന്തിനാ ആവശ്യമാണോ എന്ന് ചോദിക്കുന്നത്? അച്ഛനങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ? അതല്ലയോ അച്ഛന്മാരുടെ പണി, പ്രാർത്ഥിച്ചാൽ പോരെ? അപ്പോൾ വീണ്ടും ഈ മനുഷ്യൻ ചോദിച്ചു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞു, അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു. വീണ്ടും കിടക്കുന്നു. വീണ്ടും ചോദിച്ചു, അത്യാവശ്യമാണോ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അത്യാവശ്യമാണ് അച്ഛാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരി എന്നാൽ നീ നിൽക്കുക, ഞാൻ പറയുന്നത് നീ കേട്ടോണം. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് 5 മിനിറ്റ് സമയം ഞാൻ എടുക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ 45 മിനിറ്റ് സമയം വേണം. ദാണ്ട് തീർന്നു. എന്താ പറഞ്ഞേ? പ്രാർത്ഥിക്കാൻ എനിക്ക് 5 മിനിറ്റ് മതി നിനക്ക് വേണ്ടി, പക്ഷേ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങാൻ വേണ്ടി ഒരു 45 മിനിറ്റ് സമയം വേണം. എങ്ങും പോയി പറയണ്ട, നമ്മുടെ സഭയിലെ അച്ഛനല്ല, ഓർത്തഡോക്സിലെ അച്ഛനുമല്ല, നമുക്കറിയാവുന്ന അച്ഛന്മാരൊന്നുമല്ല. റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനോട് ഒരു വിശ്വാസി ചോദിച്ച കാര്യം ഫിലിപ്പ് യാങ്സ് എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ പുസ്തകമായ വാട്ട്സ് സോ അമേസിങ് അബൌട്ട് ഗ്രേസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, ആശയം ഇതാണ്. എന്തുകൊണ്ട് ഈ ഒരുക്ക സമയത്ത് ഈ വൈദികൻ എന്താ ചെയ്യുന്നത് എന്നതിനെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഈ കഥ ഇങ്ങനെ പറഞ്ഞത്. ഒരുക്ക സമയത്ത് ഈ വൈദികൻ ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ആ പുസ്തകത്തിൽ. ഇൻ ദ മൊമെൻറ്റ്സ് ഓഫ് പ്രിപ്പറേഷൻ ദ പ്രീസ്റ്റ് ലിസൺസ് ടു ദ റിതം ഓഫ് എറ്റേണിറ്റി. ഒരുക്ക സമയത്ത് ഈ വൈദികൻ നേടിയെടുക്കുന്ന ഒരു താളമുണ്ട്, അത് നിത്യതയുടെ താളമാണ്. ദേവാലയത്തിനുള്ളിൽ ഒരു മനുഷ്യൻ, അതാരുമായിക്കോട്ടെ, കടന്നു വന്ന് കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ നേടിയെടുക്കേണ്ട താളം ഏതാണ്? നിത്യതയുമായൊരു താളത്തിലാകുക, നിത്യതയുമായൊരു രമ്യത്തിലാകുക. ആ താളം തെറ്റിയാൽ അവതാളങ്ങളാകുന്നു. അതാണ് പലപ്പോഴും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലയോ? താളം അറിയാതെ നമ്മൾ തുള്ളുകയാണ്. താളമറിയാതെ തുള്ളിയാൽ ആ തുള്ളൽ അധികം നാൾ തുള്ളേണ്ടി വരികയുമില്ല. ദേവാലയം അതിനുള്ള തുള്ളലിനുള്ളതല്ല, മറിച്ച് നിത്യതയ്ക്കൊരു താളമുണ്ട്. ആ താളം നേടിയെടുക്കുവാൻ ഒരുങ്ങാൻ വേണ്ടിയാണ് നിങ്ങളിവിടെ വരുന്നത്. നാളെ ഞാനുണ്ടോ നിങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല, പക്ഷെ നാളെ നിത്യതയുണ്ടെന്ന് നമുക്കറിയാം. അവിടെ വേണ്ടി ഒരുക്കപ്പെടുവാൻ കണ്ണുനീര് പൊഴിച്ച് പ്രാർത്ഥിക്കണം. ഇവൻ വന്നു നിന്നു, ദൂരെ നിന്നാണ് പ്രാർത്ഥിച്ചത്, വേണം ഇവിടെ കയറി നിന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. അവനൊരു അകലം സൃഷ്ടിക്കുകയാണ്. ദൈവമേ, ഒരു ബോധ്യമുണ്ട്, ഞാൻ ആരാണ്? ഇവിടെ നിൽക്കുവാൻ യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യൻ. നോമ്പിൽ ഓർത്തോണം, ചില അകലങ്ങളെപ്പറ്റി ഒരു ചിന്ത നമുക്ക് നോമ്പിലുണ്ടാകണം. അകലം എന്ന് പറഞ്ഞാൽ ഈ അകലം, ഈ നമുക്കറിയാം, ഈ നോമ്പിൽ നമ്മൾ കുറച്ചുകൂടി ആഴമായിട്ട് ദൈവത്തെ ധ്യാനിക്കുമ്പോൾ നമ്മളും ദൈവവും തമ്മിൽ പലപ്പോൾ ഇത്രയും അകലമുണ്ടായിരിക്കാം. ഈ സമയത്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കൊണ്ടുവരണം, മിനിമൈസ് ചെയ്യണം. മിനിമൈസ് ദ ഡിസ്റ്റൻസ് വിത്ത് us and God. ദൈവവും തമ്മിലുള്ള ഈ അകലബന്ധം
ഒന്ന് കുറച്ചു കൊണ്ടുവരണം, മിനിമൈസ് ചെയ്യണം. പക്ഷേ ലോകവുമായിട്ട് ചിലപ്പോൾ നമ്മൾ ദാണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കാം. അതിനെ മാക്സിമൈസ് ചെയ്യണം, വിടുവിക്കണം. അതാണ് അകലം. ബോധം ഉണ്ടാകണം, ചില ബോധങ്ങൾ ഉണ്ടാകണം ഈ നോമ്പിൽ. പിന്നെ സഹോദരനുമായിട്ട് ചില ബന്ധം നമ്മളിങ്ങനെ ആടി ഉലഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിനെ ദൃഢപ്പെടുത്തണം, ഒപ്റ്റിമൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ അകലബോധ്യം ഈ മനുഷ്യനുണ്ടായിരുന്നു. അവനൊന്ന് മാറി നിന്നു. ദൈവമേ, നീയും നാമുള്ള ബന്ധം ഞാൻ ഒന്ന് അകന്നു നിൽക്കുന്ന ഈ സമയത്ത്, പക്ഷേ നീ എന്നെ അടുപ്പിക്കണമേ. ദേവാലയത്തിനുള്ളിലെ പ്രാർത്ഥന ഉള്ളതായിരിക്കണം. മറ്റൊരു കാര്യങ്ങളും നമുക്കുണ്ടാകാൻ പാടില്ല. ദൂരെ നിന്ന് പ്രാർത്ഥിച്ചു. രണ്ടാമതവൻ സ്വർഗത്തിൽ പോലും നോക്കാൻ തുനിയാതെ പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. സ്വർഗത്തിൽ നോക്കിയില്ലെങ്കിൽ പിന്നെ എവിടെ നോക്കി? ഭൂമിയിൽ നോക്കിയെന്ന് പറയുന്നുമില്ല, പിന്നെ എവിടെ നോക്കി കാണും? സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ ഒരു സ്ഥലമുണ്ട്. അതേതാണ്? ഏതാണ് ആ സ്ഥലം? സ്വർഗത്തിനും ഭൂമിക്കിടയിൽ ഞാനില്ലേ ഇപ്പം നിൽക്കുന്നത്? നിങ്ങളില്ലയോ സ്വർഗത്തിനും ഭൂമിക്കിടയിൽ നിൽക്കുന്നത്? എന്നിലേക്ക് നോക്കുവാൻ ആ മനുഷ്യൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അവൻ സ്വർഗത്തിൽ നോക്കിയില്ല, മറിച്ച് അവനിലേക്ക് നോക്കുവാൻ ആ ദേവാലയം അവനെ പ്രേരിപ്പിച്ചു. സ്വന്തം ഉള്ളിലെ പാപത്തെ അവൻ കണ്ടെത്തുകയാണ്. 3 മാറത്തടിച്ചു എന്നാണ് പറഞ്ഞത്. എന്താണ് മാറത്തടി എന്ന് പറഞ്ഞാൽ? യേശുതമ്പുരാൻ്റെ ദാരുണമായ യാത്രയുണ്ട്. യെരുശലേമിലേക്ക് ഇങ്ങനെ കുരിശിക്കാൻ കൊണ്ടുപോവുകയാണ്. ഇത് കണ്ടു നിന്ന സ്ത്രീകൾ മാറത്തടിച്ച് വീട്ടിലേക്ക് പോയെന്നാണ് പറഞ്ഞത്. എക്സ്പ്രഷൻ ഓഫ് എക്സ്ട്രീം സോറോ, വേദനയുടെ പാരമ്യത്തിൽ നമ്മുടെ കൈ ചെന്ന് പതിക്കുന്നത് ദാണ്ട് ഈ ഹൃദയത്തിലാണ്. ഹൃദയം ജീവൻ്റെ ഉത്ഭവം എന്ന് സദൃശകാരൻ പഠിപ്പിക്കുന്നുണ്ട്. ജീവൻ്റെ ഉത്ഭവമായി ഈ സ്ഥലത്തെ അവൻ അന്ന് ആദ്യമായി അന്വേഷിച്ചിരിക്കാം. ഹൃദയമില്ലാത്തവനായി പാപം ചെയ്ത് കാശ് മേടിച്ച് ലാഭമുണ്ടാക്കി സ്വന്തം കുടുംബത്തെ പോറ്റി കീശ വീർപ്പിച്ച് നിന്നൊരു മനുഷ്യൻ ആദ്യമായി സ്വന്തം ഹൃദയത്തെ അന്വേഷിച്ചു. ജീവൻ്റെ ഉത്ഭവം ഇവിടെയാണെന്ന് അവൻ അറിയുകയാണ്. മാറത്തടി ഇല്ലയോ? ഇന്ന് കരണത്തടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരസ്പരം മാറത്തടി നടക്കുന്നില്ല. ഈ കൈ ഇങ്ങോട്ട് പോകുന്നില്ല, ഇല്ലയോ? നെഞ്ചത്ത് ഇടിക്കുന്നുണ്ട് ചില സമയത്ത്. ഡോക്ടർമാരിടിക്കും. എന്തിനാണ്? നിലച്ചുപോയ രക്തയോട്ടം ഒന്ന് പുനർജീവിപ്പിക്കുവാൻ. ഈ മനുഷ്യനും, എൻ്റെ ഭാഷ ഞാൻ പറയുകയാണ്, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുക. അതിനുള്ളൊരു സാധ്യത കടന്നു വന്നു. സ്വന്തം ഹൃദയത്തിലേക്ക് അവൻ അടിക്കുകയാണ്. വീണ്ടും എനിക്ക് ജീവിക്കണം, എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇത്രയും നാളത്തെ പാപാവസ്ഥകൾ ഞാൻ മറക്കുകയാണ്. ഇനി ദൈവം എന്നെ സ്വീകരിച്ചാട്ടെ. തമ്പുരാനെ, ഇതാ ഞാൻ നിന്നിലേക്ക് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ മനുഷ്യനെ നമ്മൾ പൂജിക്കേണ്ടതായിട്ടുണ്ട്. പാപി എന്ന് പറഞ്ഞ് നമ്മൾ പലരെയും തള്ളുമ്പോഴും ഓർത്തോണം, നമ്മളെക്കാൾ കൂടുതൽ ആത്മാർത്ഥതയും അനുതാപവും കണ്ണുനീരും ഒക്കെ അവനിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ അവനൊരു അവസരം ദൈവം കൊടുക്കുകയാണ്, തിരിച്ചു വരുവാനുള്ള അവസരം കൃത്യമായി വിനിയോഗിച്ച് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറുവാൻ ഈ മനുഷ്യന് സാധിച്ചു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ 2 പേര് യാഗമർപ്പിക്കാൻ പോയി. ആരൊക്കെയാണ്? കായേനും ഹാബേലും പോയി. ആ യാഗത്തെപ്പറ്റി പറയുന്നത് എന്താണ്? ഹാബേൽ കായേനേക്കാൾ ഉത്തമമായ യാഗമർപ്പിച്ചു എന്നാണ് പറഞ്ഞത്. കായേനേക്കാൾ ഉത്തമമായ യാഗമർപ്പിച്ചു. ഇവിടെ 2 പേര് പ്രാർത്ഥിക്കാൻ പോയി. പക്ഷേ എന്തുകൊണ്ട് ഒരുത്തൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു? പരീശനേക്കാൾ വിശ്വാസത്താൽ ഉത്തമമായ പ്രാർത്ഥന ഈ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞു. എങ്ങനെ വേണേലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാം. പക്ഷേ സഭ ആവശ്യപ്പെടുന്നത്, നമ്മുടെ മനസ്സാക്ഷി ആവശ്യപ്പെടുന്നത് ഉത്തമമായ പ്രാർത്ഥനകളുടെ ഉദാഹരണങ്ങളായി ഓരോ ക്രിസ്ത്യാനിയും എവിടെ മാറുന്നു? വികലമായ പ്രാർത്ഥനകളല്ല, ജൽപ്പനങ്ങളുടെ പ്രാർത്ഥനയല്ല, അനുതാപത്തിൻ്റെ പ്രാർത്ഥനകൾ. മെമ്പ്രാകൾ ഇങ്ങനെ ഉരുവിടേണ്ട മനുഷ്യരാണ് നമ്മൾ, ഇല്ലയോ? നമ്മുടെ നാവിൽ അനുതാപത്തിൻ്റെ മെമ്പ്രാകൾ ഇങ്ങനെ വരണം. ഞങ്ങൾക്കുള്ള കർത്താവെ, നിദ്ര ഒഴിഞ്ഞിട്ട് എത്ര പേർക്ക് ഒരു പാതി തലമുറയ്ക്കറിയാം. കുഞ്ഞുങ്ങളിലേക്കത് വരണം, കുഞ്ഞുങ്ങളിലേക്കത് ഒഴുകി എത്തണം. ഈ മെമ്പ്രാകൾ കുഞ്ഞുങ്ങളിലേക്കത് ഇറങ്ങി ആവസിക്കണം. എന്നാലേ ഇത് നിലനിൽക്കുകയുള്ളൂ. ഒരു കാലഘട്ടത്തിൽ ഇത് നിന്നു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകുവാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഈ നോമ്പ് ചലിച്ചുകൊണ്ടിരിക്കണം. സുവിശേഷം നിശ്ചലമായി പോകാതെ അത് ചലിപ്പിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഈ നോമ്പിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയ എൻ്റെ ഏറ്റവും പ്രിയ സ്നേഹിതൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛനുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ
വർഷങ്ങളായി ഉണ്ടായ ഒരു ആത്മബന്ധം ഇന്നും കാത്തു സൂക്ഷിക്കുവാൻ, വിള്ളലുകളില്ലാതെ, പരാതികളില്ലാതെ, അടികളൊന്നുമില്ലാതെ ഇത്രയും നാൾ ഈ ബന്ധം ഞങ്ങൾ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചത് ഞാൻ പറഞ്ഞതുപോലെ ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ് എന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. അത്രമാത്രം ഒരു ക്ലിയർ കട്ടായിട്ടുള്ള നല്ലൊരു ബന്ധത്തിൻ്റെ ഉടമസ്ഥയാണ് പ്രിയപ്പെട്ട അച്ഛൻ. ആ ഒരു നല്ല സ്നേഹത്തിനും ആ ഒരു നല്ല സഹകരണത്തിനും തുടർന്നും അച്ഛൻ്റെ ശുശ്രൂഷകൾ ദൈവം വ്യാപിക്കട്ടെ. ഇത്രയും സമയത്ത് ഉറങ്ങേണ്ട സമയമാണ്, പക്ഷേ എനിക്ക് തന്ന ശ്രദ്ധയ്ക്ക് ഒരുപാട് നന്ദി. ദൈവം ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ നിർത്തുന്നു. ഒരു പാട്ടുപാടി സ്തോത്രാഴ്ച. തിരുക്കരത്താൽ വഹിച്ചു എന്നെ ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. തിരുക്കരത്താ. ഇപ്പോൾ നന്ദി രേഖപ്പെടുത്തുവാൻ തക്കവണ്ണം VS കറിയ അവരുകളെ ക്ഷണിക്കും. ഇന്ന് എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ള ഒരു ചുമതലയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്നത്തെ പ്രസംഗത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് ലളിതമായി രീതിയിൽ നമ്മുടെ ABT ശാമുവേൽ അച്ഛൻ ഇന്ന് നമുക്ക് ഉത്ബോധിപ്പിച്ച് തന്നു. അച്ഛൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ പ്രിൻസ് അച്ഛൻ പറഞ്ഞു. അവരൊന്നിച്ച് പഠിച്ചതാണ്. അച്ഛനിപ്പം പ്രവർത്തിക്കുന്ന ഇടവക പുത്തമ്പേടിയ തെക്കേ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയാണ്. അച്ഛൻ്റെ ഇടവക കാരൂർ ഇലന്തൂർ കാരൂരെ പള്ളിയാണ്. അച്ഛനെ വളരെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രിൻസ് അച്ഛൻ പറഞ്ഞല്ലോ. അതിലേക്കൊന്നും ഇനി കിടക്കേണ്ട കാര്യമില്ല. അച്ഛൻ്റെ പ്രസംഗം ഇന്ന് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ വളരെ ലളിതമായി അച്ഛൻ നമ്മളെ ഉത്ബോധിപ്പിച്ചു. കർത്താവ് ആദരിക്കുന്നവരാരൊക്കെയാണ്, ആദരിക്കാത്ത ആരൊക്കെയാണ്, നിഗളികളെയും ഭക്തികേട് ഉള്ളവരെയും നീതിമാന്മാരെ വലച്ചവരെയൊക്കെ കർത്താവ് ആദരിക്കാത്തവരാണ്. എന്നാൽ വിശുദ്ധ യോഹന്നാൻ മബ്ദാന, നഥാനിയേൽ, കനാന്യ സ്ത്രീ എന്നിവരെയൊക്കെ ദൈവം അല്ലെങ്കിൽ കർത്താവ് അംഗീകരിച്ചു, അവരെ ആദരിച്ചവരാണ്. പിന്നെ നമ്മളെ പഠിപ്പിച്ചത് ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ചാണ്. അതും എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ അച്ഛൻ നമുക്ക് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു. ഈ നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട മാതൃകയെല്ലാം ഈ കുറഞ്ഞ സമയം കൊണ്ട് അച്ഛൻ വളരെ ഭംഗിയായി നമ്മളെ അറിയിച്ചു. ബഹുമാനപ്പെട്ട ABT ശാമുവേൽ അച്ഛനെ എല്ലാവരുടെയും ഈ ഇടവകയുടെയും ഈ മാർ ഗ്രിഗോറിയോസ് പ്രാർത്ഥനാ യോഗത്തിൻ്റെയും ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ പൊതുവെ എൻ്റെ നാമത്തിലുമുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്രമപ്പെടുത്തി തരുന്നുണ്ട്. അച്ഛനാലാവുന്ന എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അച്ഛന് ഈ ഇടവകയുടേതായിട്ടുള്ള എല്ലാ നന്ദികളും ഈ പ്രാർത്ഥനായോഗത്തിൻ്റെ പേരിലും അർപ്പിച്ചുകൊള്ളുന്നു. പിന്നീട് നമ്മൾ നന്ദി അറിയിപ്പിക്കാനുള്ളത് ഈ ഇടവകയുടെ ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്ന ഏബ്രഹാം പള്ളിത്താഴെ, പ്രിയ ഏബ്രഹാമിന് എല്ലാവരുടെയും നാമത്തിൽ, ഇടവകയുടെ നാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്നിവിടെ ഈ സമയത്ത് ഇവിടെ കൂടിയ
നമ്മുടെ ഈ ഇടവകയിലെ എല്ലാ അംഗങ്ങളും വളരെ പ്രായമുള്ളവരും ഒക്കെ വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കൊക്കെ ഉച്ച സമയത്തൊന്ന് റെസ്റ്റ് എടുക്കാൻ വീട്ടിൽ സമയമുള്ള അതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നവരാണ്. അതെല്ലാം കളഞ്ഞ് ഇവിടെ വന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കാൻ കിട്ടിയ സമയം വളരെ സന്തോഷത്തോടു കൂടി അവരെ വന്നു. ഇത്രയും പേര് വന്ന എല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഗ്രിഗോറിയോസ് പ്രാർത്ഥനാ യോഗത്തിലെ അംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനാ യോഗത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന മാറ്റി തോമസ് അല്ലെങ്കിൽ മോനച്ചൻ എന്ന് വിളിക്കും, മുണ്ടക്കലത്തെ മോനച്ചൻ, പ്രത്യേകിച്ച് മോനച്ചന് നന്ദി അറിയിക്കുന്നു. അതോടുകൂടി പ്രവർത്തിച്ച സണ്ണി മണലേൽ മോനച്ചൻ്റെ കാര്യങ്ങൾക്ക് ഈ ഇടവകയുടെ ഇന്നത്തെ പ്രാർത്ഥനാ യോഗത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഓടി നടന്ന് പ്രവർത്തിച്ച പ്രിയ സണ്ണി മണലേലിനും ഞാൻ നന്ദി അറിയിക്കുന്നു. അഡ്വൈസറി ബോർഡിലെ അംഗങ്ങളെല്ലാവർക്കും ഈ പ്രാർത്ഥനാ യോഗത്തിൻ്റെ പേരിൽ ഇടവകയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നീട് നന്ദി അറിയിക്കാനുള്ള എല്ലാ പ്രാർത്ഥനയും സെക്രട്ടറിമാരും ഇവിടെ വന്നിട്ടുണ്ട്. സ്ത്രീ സമാജം സെക്രട്ടറിമാരുണ്ട്. അവർക്കൊക്കെയും നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പൊന്നച്ചൻ ശുശ്രൂഷകൻ പൊന്നച്ചന് ഇത്രയും കാര്യങ്ങൾ സൺഡേ സ്കൂൾ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാ കസേരയെല്ലാം അടുക്കി നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്ന പ്രിയ പൊന്നച്ചന് ഈ ഇടവകയുടെ പേരിലും പ്രത്യേകിച്ച് പ്രാർത്ഥനാ യോഗത്തിൻ്റെ പേരിലും ഉള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ മീഡിയ പ്രവർത്തനത്തിൽ ജിബിൻ മണലേൽ ഇവിടെ ഉണ്ട്. ജിബിൻ പിടിക്കുന്ന ഈ മീഡിയയുടെ പ്രവർത്തനത്തിൽ ജിബിനെ വളരെയേറെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. പ്രത്യേകിച്ച് ഇനി ആരെയും നന്ദി അറിയിക്കാനുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവരും നോട്ട് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ കാര്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി അറിയിച്ച ബാബുശാനോട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കട്ടെ. എല്ലാവരും ഇവിടെ ഇരുന്ന് ചുറ്റിനും നോക്കുന്നു, മഴ വരുന്നു, ഇടി വരുന്നു അല്ലേ. പക്ഷെങ്കിൽ ഇന്ന് പെട്ടെന്ന് കാപ്പി കുടിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാവകാശം അവർ ക്രമീകരിച്ചിരിക്കുന്ന കാപ്പിയൊക്കെ കുടിച്ച് പോവുക. നമുക്ക് എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച ബസേലിയസ് പ്രാർത്ഥനയോഗത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും. എല്ലാവരും ആ പ്രാർത്ഥനയോഗത്തിലും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണം എന്നാണ് ഓർപ്പിക്കും. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിൻ്റെ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജ് ശുദ്ധുള്ള ശുദ്ധുടിയിരിപ്പിന് ഭവനങ്ങളായി ശമിക്കണമേ. ദൈവമായ കർത്താവ് നേരുവൊക്കെ എല്ലാ സമയത്തും നിന്റെ ദൈവത്തിൻ്റെ ഇറങ്ങി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാഥ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളുടെ മേലും അപേക്ഷകളുടെ മേലും നോമ്പുകളുടെ മേലും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.